ഞാൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ആവശ്യമുള്ള സമയത്ത് നിന്റെ മെച്യൂരിറ്റി അനുസരിച്ച് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. ഐ എം എൻ ഓൾ സഫിഷ്യൻറ്റ് ഗാഡ്. പക്ഷേ നിന്റെ ഭാഗത്തു നിന്ന് നീ ഉണ്ടാക്കിയെടുക്കേണ്ട ഫസ്റ്റ് ഡിസിപ്ലിൻ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾവേസ് വാക്കിംഗ് ബിഫോർ മീ. എപ്പോഴും എന്നെ കണ്ടുകൊണ്ട് വേണം നടക്കാൻ. അത് സഭായോഗത്തിന് വരുമ്പോൾ മാത്രം കണ്ടാൽ പോരാ. ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോഴും, നമ്മളുടെ അടുക്കളയിലും, നമ്മുടെ ബെഡ്റൂമിലും, നമ്മുടെ ഡ്രോയിങ് റൂമിലും, നമ്മുടെ ഓഫീസിലും, നമ്മുടെ സ്കൂളിലും, നമ്മുടെ കോളേജിലും, നമ്മുടെ ബസ്സിൽ കയറുമ്പോഴും ട്രെയിനിൽ കയറുമ്പോഴും ഒക്കെ അടുത്ത് നിൽക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് നടക്കാൻ പഠിക്കണം. ദാറ്റ്സ് എ ബിഗ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. അപ്പോഴാണ് നമ്മൾ നിഷ്കളങ്കനായി നടക്കുന്നത്. ബി ദൗ പെർഫെക്റ്റ്. ദൈവത്തിന്റെ മുമ്പിൽ നടന്നാൽ നമ്മൾ പെർഫെക്റ്റ് ആയി പോകും. എന്റെ മുമ്പാകെ നീ എന്ത് ചെയ്യുക? നിഷ്കളങ്കനായി നടക്കുക, പെർഫെക്റ്റ് ആയിട്ട്. ബി ദൗ പെർഫെക്റ്റ്. ദൈവത്തിന്റെ കൂടെ നടന്നാൽ നമ്മൾ നാച്ചുറലി അങ്ങനെ ആയി പോകുമല്ലോ. കാര്യം നമ്മൾ തന്നെ ആലോചിച്ചേ, നമ്മുടെ ഓരോ വാക്കുകളും ദൈവം കേൾക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, എപ്പോഴും അത് കേൾക്കുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. എൻ്റെ മദർ പ്രായമായി മരിക്കാറായ സമയത്താണ് അവർ വിശ്വാസത്തിൽ വരുന്നത്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതിനുശേഷം കട്ടലിൽ കിടക്കുകയാണ്. 21 ദിവസമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ദൈവദർശനമാണ്. കർത്താവ് വന്ന് അടുത്തിരിക്കുന്നതായിട്ടും അവർ കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ശരിക്കും അനുഭവിക്കുകയാണ്. മോളെ, യേശു ഇപ്പോൾ എൻ്റെ അടുത്തിരിപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കൊച്ചു പിള്ളേരാ, അപ്പം ഇടയ്ക്കൊരു ദിവസം മോളെ ഇപ്പോൾ യേശു അവിടെ വന്നിരിപ്പുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. കർത്താവ് എന്നോട് സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ മോളെ, മൂത്ത മോളെ ദൂരെ, അവിടെ ദൂരെ കണ്ട് നിൽക്കുക. ഒരു ചേച്ചിയെ ഓടി വന്നേ ഒച്ചത്തിൽ, നീ എന്താണ് കിടന്ന് അരയ്ക്കുന്നേ? അമ്മച്ചൻ്റെ മുറിയിൽ യേശു വന്നിട്ടുണ്ട്, അമ്മച്ചൻ്റെ മുറിയിലെ യേശു വന്നിട്ടുണ്ട്. അത് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞാൽ പോലെ, നീ എന്തിനാ ഇത്ര ഓടിയത്? പക്ഷേ അവിടെ വെച്ച് അത്ര ഒച്ച പറയാൻ പറ്റുമോ? യേശു ഇരിക്കുകയല്ലയോ? അവിടെ വെച്ച് അത്ര ഒച്ച പറയാൻ പറ്റുമോ? ആരിരിക്കുക? യേശു ഇരിക്കുകയല്ലോ. അപ്പൊ നമുക്ക് അത്ര ഒച്ചത്തിൽ പറയാൻ പറ്റുമോ? ശരിക്കും നമുക്ക് തമാശയായിട്ട് തോന്നിയാലും യേശുവോട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒച്ചയൊക്കെ എത്ര താഴുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒച്ചയൊക്കെ പൊങ്ങുന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു വന്നിരിക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. യേശു വന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ വാക്കുകൾ പെർഫെക്റ്റ് ആയിരിക്കും. യേശു വന്നിരിക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. കർത്താവ് പറയാണ്, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, എൻ്റെ കവനന്റ് ഞാൻ നിന്നിൽ നടപ്പാക്കും എന്നാണ് പറയുന്നത്. കവനന്റ് ഞാൻ നടപ്പാക്കും. അത് നടപ്പാക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അതുപോലെ അനുഭവിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിലേ നിയമം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നിയമം എന്താണ്? നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? അബ്രഹാമിന് കൊടുത്തിരിക്കുന്നത്. അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായി പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നവന് മാത്രമേ ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ കഴിയത്തില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നതെന്നാണ്, അബ്രഹാം സാഷ്ടാംഗം വീണു. അവിടെ ഒരു കംപ്ലീറ്റ് സറണ്ടറാണ് അവിടെ കാണിക്കുന്നത്. അവൻ പറയാണ്, യെസ് ലോർഡ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് വേറെ ഒരു രീതിയിലുള്ള ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ ഇല്ല. കംപ്ലീറ്റ് സറണ്ടറാണ്. സാഷ്ടാംഗം വീണു എന്ന് കാണുന്നത്. അബ്രഹാം ഫെൽ ഓൺ ഹിസ് ഫേസ്. അവൻ കംപ്ലീറ്റ് സറണ്ടർ. 4-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അബ്രഹാം എന്നല്ല നിന്നെ വിളിക്കേണ്ടത്. എന്താണ്? നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുക, നിന്റെ പേർ ഇനി അബ്രഹാം എന്നാകും. ബഹുജാതികൾക്ക് പിതാവ് എന്നാണ് അബ്രഹാം എന്നുള്ള വാക്യത്തിന്റെ അർത്ഥം തന്നെ. അനേകർക്ക് നീ പിതാവായി തീരും. ഫാദർ ഓഫ് എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്. ഫാദർ ഓഫ് എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്. ബഹുജാതികൾക്ക് നീ പിതാവായി തീരും. പക്ഷേ അതാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ നിയമം, അതാണ് വാഗ്ദത്തം. ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബഹുജാതികൾക്ക് പിതാവായി തീരും എന്ന് പറയുമ്പോൾ ഒത്തിരി പിള്ളേരുണ്ടാവുന്ന അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത്, എല്ലാ ജാതികൾക്കും നീ ആരായിത്തീരും? അനുഗ്രഹത്തിന്റെ സോഴ്സ് ആയിത്തീരുമെന്നാണ്. എല്ലാ ജാതികൾക്കും, ബഹുജാതികൾക്ക്. അവർ നിന്നിൽ നിന്നാണ് ഇത് പരന്നൊഴുകുന്നത്. നീ ഒരു സെന്റർ ഓഫ് ബ്ലെസ്സിങ് ആയിട്ട് തീരും. നിന്നിൽ അനേക ജാതികൾ ഉത്ഭവിക്കും. അവരൊക്കെയും ദൈവത്തെ അറിയുന്നവരായി, ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുന്നവരായി തീരും. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അർത്ഥം. സാറായിക്കും അവൻ അതേപോലെ തന്നെ എന്താണ്? സാറായി എന്നായിരുന്നു അവളുടെ പേര്, മൈ പ്രിൻസസ്. സാറാ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മൈ എന്നുള്ളത് അങ്ങ് എടുത്തു കളഞ്ഞു. നൗ ഷീ ഈസ് ഓൺലി പ്രിൻസസ്. ആരുടെ? അബ്രഹാമിന്റെ മാത്രമല്ല,
അനേകരുടെ പ്രിൻസസ്, അനേകരുടെ രാജ്ഞിയായി തീരുകയാണ്. മായി എന്നുള്ള ആ ഒരു സ്വാർത്ഥതയുടെയും സ്വകാര്യതയുടെയും കാര്യം കളഞ്ഞിട്ട് എന്തായി തീരുകയാണ്? അനേക ജനങ്ങൾക്ക് ഒരു മാതാവായി തീരുകയാണ് അവൾ. അനേക ജനങ്ങൾക്ക് ഒരു സോഴ്സായി തീരുകയാണ് അവൾ. അതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ സർക്കംസിഷൻ നടക്കുന്നത്. സർക്കംസിഷൻ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് സമയമില്ല. സമർപ്പണം എന്ന പേരിൽ റോമൻ ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 അതിനകത്ത് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. സർക്കംസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേഷൻ്റെ ഒരു അടയാളമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളുടെ ശരീരത്തിൻ്റെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു അംശം നമ്മൾ എന്താണ് ചെത്തി എറിഞ്ഞു കളയുന്നതായ ഒരു സ്റ്റേജാണ്. ചെത്തി എറിഞ്ഞു കളയുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ വിച്ഛേദിക്കുന്ന ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിത്തീരുന്ന ഒരു ആരാധക സമൂഹമായി തീരുന്ന, അതായത് ഇനിയിപ്പോൾ സോഴ്സ് നമ്മളെ കുഞ്ഞുങ്ങളുടെ പൊക്കിൾക്കൊടിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു സിമ്പലാണ്. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയം അത്രയും അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ആ കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അത് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നല്ല, അമ്മയുടെ ഉദരത്തിൽ നിന്നല്ല, അത് ജനിച്ചു വീണ പുതിയ ലോകത്തിൽ നിന്നാണ്. എന്നതുപോലെ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് അബ്രഹാം കടന്നു എന്നുള്ളത് അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പഠിച്ചു തരാം. അവൻ്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും ദേശത്തിൻ്റെയും പഴയ ലോകത്ത് നിന്ന് ഇപ്പോൾ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ പുതിയ ലോകത്തിലേക്ക് അവനായിത്തീരുന്ന അല്ലെങ്കിൽ പഴയ ലോകത്തോടുള്ള അവൻ്റെ ബന്ധത്തെ വിച്ഛേദിക്കുന്നതിൻ്റെ സിമ്പലാണ് ശരിക്കും പരിച്ഛേദന എന്ന് പറയുന്നത്. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത്, അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ മറ്റൊരു തിയോഫാനി ആണ് അവൻ ശരിക്കും കാണുന്നത്. മമ്രയുടെ തോപ്പിൽ ഒരു ഗാർഡനാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു തോട്ടമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എവിടെയാണ് പ്രത്യക്ഷനാകുന്നത്? അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും വ്യത്യസ്തത ഈ വരുന്ന 2 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ 18-ാം അധ്യായത്തിലും 19-ാം അധ്യായവും വായിക്കുമ്പോഴത്തേക്ക് അബ്രഹാമിൻ്റെ ജീവിതവും ലോത്തിൻ്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യസ്തത. ദൂതന്മാർ വന്നപ്പോഴത്തേക്ക് അബ്രഹാം അവരെ എവിടെയാണ് സ്വീകരിക്കുന്നത്? ഒരു വെളിം പ്രദേശത്താണ്. ഇറ്റ്സ് എ കോമൺ പ്ലേസ്, അല്ലെങ്കിൽ ഒരു തോട്ടം. അല്ലാതെ അവൻ അവന് വലിയ വീടൊന്നുമില്ല. ഇപ്പോഴും എന്തില്ല? വീടൊന്നുമില്ല. അവനിപ്പോഴും കൂടാരമാണ്. സാറ എവിടെയാണ്? കൂടാരത്തിൻ്റെ വാതിൽക്കനാണ്, കൂടാരത്തിലാണ്. ഇപ്പോഴും ടെൻറ്റാ. കാര്യം അവൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. എന്നാൽ ലോത്ത് അങ്ങനല്ല. നമ്മൾ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ദൂതന്മാർ എവിടെയും പോകുന്നുണ്ട്, സോതോമിലും പോകുന്നുണ്ട്. സോതോമിൽ ഇവനെ വീട്ടിനകത്ത് ആണ്. ലോത്തിനവിടെ വലിയ വീടും കെട്ടിടവും പദവികളും കാര്യങ്ങളും എല്ലാമായി. പട്ടണവാതിൽക്കൽ പോയി ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണവാതിൽക്കൽ അവനിപ്പോൾ ഒരു മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ട് തൊട്ട് ഈ പട്ടണവാതിൽ എന്ന് പറയുന്നത്. ഇപ്പം രൂത്തിൻ്റെ കാലത്തൊക്കെ ആണെങ്കിലും ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് മൂപ്പന്മാരോടെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ റൂളിംഗ് പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മേളന സ്ഥലമായിട്ടാണ് പട്ടണവാതിൽക്കൽ നിന്ന് കാണുന്നത്. ലോത്ത് പട്ടണവാതിൽക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പം കാശൊക്കെ ഉള്ളത് കൊണ്ട് ആരായി തീർന്നു, ഒരു മുനിസിപ്പൽ കമ്മീഷണറൊക്കെ ആയിട്ടുണ്ട്. എന്ന് തന്നെയല്ല, അവന് നല്ല വീടുണ്ട്. അതും ഭയങ്കര സ്ട്രോങ് റൂം പോലെയുള്ള വീടാണല്ലോ, അത് കൊച്ചു വീടൊന്നുമല്ല. സോതോമിൽ എല്ലാവരും കൂടെ തള്ളിയിട്ടും തുറക്കാത്ത രീതിയിലുള്ള ഒരു സ്ട്രോങ് റൂം. അപ്പം നമ്മൾ ചിന്തിക്കും, കണ്ടോ അവൻ ഇതെല്ലാം കിട്ടിയതെന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം? കാരണം അബ്രഹാമിന് പേടിക്കാനും ഒന്നുമില്ലല്ലോ. അവന് കൂടാരവാതിലും ഒക്കെ മതി. കാര്യം അവിടെ ആരും മോട്ടിക്കാനും പിടിക്കാനും ഒന്നും വരുന്നില്ല. അവിടെ ആരും തള്ളാനും കൊല്ലാനും ഒന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്? മറ്റവൻ അങ്ങനെ ഒരു കൂടാരത്തിൽ താമസിക്കാൻ പറ്റത്തില്ല. അവൻ അത്രയും വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ സുരക്ഷിതത്വമുള്ളൂ. പേടിച്ചാ ജീവിക്കുന്നത്. അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? പേടിച്ച്. ഈ ഗ്രാമത്തിൻ്റെയൊക്കെ സുഖം നമ്മളൊന്ന് ആലോചിക്കണം. ഒരു ദിവസം വീട് പൂട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ സംഭവിക്കാനോ? ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ആരും കയറാനും പിടിക്കാനും അതൊരു ഒരു സുഖമാണ്, ഒരു പ്രത്യേക സുഖമാണ്. ഏത്? ഫ്രീ ആയിട്ട് കൂളായിട്ട് തുറന്നു കിടക്കുന്ന വാതിലുകളുമൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അതുപോലെയല്ല നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് മാറുന്തോറും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സുരക്ഷിതത്വം എല്ലാം നഷ്ടപ്പെടുകയാണ്. എപ്പോഴും കൂടാരത്തിൽ കഴിയാൻ പറ്റുന്നതാണ് ഏറ്റവും സുഖം. അവിടെ ഭീതിയില്ല, പേടിയില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, ഇല്ലേ? അപ്പോൾ കൂടാരവും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. അബ്രഹാം തോട്ടത്തിലാണ്, ലോത്ത് വീട്ടിലാണ് ദൂതന്മാരെ സ്വീകരിക്കുന്നത്. പക്ഷെ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ മുമ്പന്മാരാണ്, അബ്രഹാമും രണ്ടുപേരും. അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ 18-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരെ കണ്ടപ്പോൾ, ദൂതന്മാരെ കണ്ടപ്പോൾ തന്നെ 3-ാമത്തെ വാക്യത്തിൽ അവൻ ഓടിച്ചെന്ന് കുനിഞ്ഞു, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, അസാരം വെള്ളം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിന്റെ കീഴിൽ ഇരിപ്പീൻ. എവിടെ ഇരിക്കാൻ പറഞ്ഞേ?
വൃക്ഷത്തിന്റെ കീഴിൽ ഇരിപ്പീൻ. എന്തൊരു സുഖമല്ലേ, ഗാർഡൻ പാർട്ടിയാണ്. വൃക്ഷത്തിന്റെ കീഴിൽ ഇപ്പോഴാണെങ്കിലും വന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്കെന്താ പഴയതിലേക്ക് മടങ്ങിപ്പോകാനുള്ള വലിയൊരു ടെൻഡൻസി ഉണ്ട്, ഇല്ലേ? പഴയതിലേക്ക് മടങ്ങിപ്പോകാനുള്ള വലിയൊരു ടെൻഡൻസി ഉണ്ട്. ഈ സെലിബ്രിറ്റീസൊക്കെ അമ്മാർ, ഇപ്പം നമുക്കൊക്കെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. പക്ഷെ അവന്മാർ എന്നും അവിടുന്ന് കഴിക്കുന്നത് കൊണ്ട് അവന്മാരുടെ ലക്ഷറി എന്നറിയാമോ? അവന്മാരുടെ ലക്ഷറി ഏതെങ്കിലും കടൽ തീരത്ത് എവിടെയെങ്കിലും പോയി ഒരു ചൂണ്ടയിട്ട് മീനെ പിടിച്ച് ചുട്ടു തിന്നുക. ഓ, എന്തൊരു ലക്ഷറിയാണെന്നറിയാമോ, ഇല്ലേ? അതും ചിലപ്പം ഒരു 5 സ്റ്റാർ അല്ലെ 7 സ്റ്റാർ ഹോട്ടലുകാരൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, ചൂണ്ടയും മീനും, എന്നിട്ട് അവൻ തന്നെ ചുട്ടു തിന്നാനുള്ള സൗകര്യവും. ബില്ല് വരുമ്പോഴത്തേക്ക് 35,000 രൂപ ഒരു ദിവസത്തേക്ക്. ഞാൻ ചോദിച്ചോട്ടെ, ഈ മുക്കുവന്മാരെല്ലാം അതല്ലേ എല്ലാ ദിവസവും ചെയ്യുന്നത്? മീൻപിടുത്തക്കാര് അതല്ലേ എല്ലാ ദിവസവും ചെയ്യുന്നത്? അപ്പൊ സെലിബ്രിറ്റിയുടെ ലക്ഷറിയിലാണ് മീൻപിടുത്തക്കാരെല്ലാം, ഫിഷർമെൻ എല്ലാ ദിവസവും കഴിയുന്നത്. അതായത് നമ്മൾ ഉയർന്നുയർന്ന് പോയിട്ട് പിന്നെ ലക്ഷറി കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? അങ്ങ് താഴോട്ട് പോകണം, ഇല്ലേ? എന്തിനാ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒരു സെലിബ്രിറ്റി ഇതുപോലെ ഒരു ദിവസം ഒരു 7 സ്റ്റാർ ഹോട്ടൽ എപ്പോഴും സിയോട് ചേർന്നായിരിക്കണമെന്നൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ 7 സ്റ്റാർ ഹോട്ടലിന്റെ സൈഡിൽ നോക്കിയപ്പോഴത്തേക്ക് അയാളിങ്ങനെ സീ ഷോറിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് രാവിലെ 10 മണി ആയപ്പോൾ ഒരു ഫിഷർമാൻ അവിടെ ചുമ്മാ വള്ളത്തിൽ ഇങ്ങനെ താളം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു, നീ എന്താ ഇന്ന് മീൻ പിടിക്കാൻ പോയില്ലേ? പോയി, ഞാൻ രാത്രി പോയായിരുന്നു, മീൻ കിട്ടി, അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കൊണ്ടുപോയി വിറ്റു. കഴിഞ്ഞോ പരിപാടിയെല്ലാം? ഇനിയതോ നല്ല മീൻ, ഇന്നലെ രാത്രി നല്ല മീൻ കിട്ടി, അതുകൊണ്ട് ഞാൻ രാവിലെ കൊണ്ടുപോയി വിട്ടിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്, ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ, നിനക്ക് ഒരു പ്രാവശ്യം കൂടെ വേണേൽ കടലിൽ പോകരുതോ? പോകാം, വേണമെങ്കിൽ പോകാം. പിന്നെ നീ എന്നാ പോകാത്തെ? പോയിട്ട് എന്ത് കൊടുക്കാനാ? എന്നോട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മീൻ കിട്ടത്തില്ലേ? കിട്ടും. അങ്ങനെ മീൻ കിട്ടിട്ട് എന്ത് കൊടുക്കാനാ? അതുകൊണ്ട് വിൽക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ പൈസ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. പക്ഷെ അത് കിട്ടിയിട്ട് എന്തെടുക്കാനാ സാറേ? അല്ല, അങ്ങനെ മീൻ പിന്നെ നിനക്ക് പൈസ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ പല പ്രാവശ്യം വാങ്ങിച്ച് മീൻ നിനക്ക് എക്സ്ട്രാ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് നിന്റെ ബോട്ടിന്, നിന്റെ വള്ളത്തിന് ഒരു മോട്ടർ വെക്കാൻ പറ്റത്തില്ലേ? ശരിയാ, വെക്കാം. അങ്ങനെ ആകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പോയി മീൻ പിടിക്കാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ നിനക്ക് കൂടുതൽ മീൻ പിടിക്കാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷെ കൂടുതൽ മീൻ പിടിച്ചിട്ട് എന്തെടുക്കാനാ സാറേ? അല്ല, അതുകൊണ്ട് വിൽക്കുകയാണെങ്കിൽ കൂടുതൽ വള്ളം കിട്ടത്തില്ല? കിട്ടും. അപ്പം നിനക്ക് 2-3 വള്ളം കൂടെ വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കരുതോ? കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നിനക്ക് പിന്നെയും കുറെ കൂടെ പൈസ കിട്ടത്തില്ലേ? കിട്ടും. പക്ഷെ എന്തെടുക്കാനാ സാറേ ഇതെല്ലാം? അങ്ങനെ നിനക്ക് കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ പിന്നെ നിനക്ക് റിലാക്സ് ചെയ്യാമല്ലോ. നിനക്ക് കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ പിന്നെ നിനക്ക് എന്ത് ചെയ്യാം? റിലാക്സ് ചെയ്യാമല്ലോ. ഉടനെ അവൻ ചോദിക്കുക, ഇപ്പൊ ഞാൻ എന്തോ കൊടുക്കുകയാണെന്നാ സാറിന്റെ ചിന്ത? പിന്നെ ഇപ്പൊ ഞാൻ എന്തോ കൊടുക്കുകയാണെന്നാ സാറിന്റെ ചിന്ത? പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ ഉള്ളൂ ഈ പണത്തിന്റെ കാര്യം എന്നൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ. ഇതെല്ലാം ഉണ്ടാക്കിയാലും മാക്സിമം ഇവന് കിട്ടാൻ പോകുന്ന എന്താണ്? റിലാക്സ്. ഇതൊന്നും ഇല്ലെങ്കിലും എന്തുണ്ട്? റിലാക്സ്, കൂൾ. അതുകൊണ്ടല്ലേ തോട്ടത്തിന്റെ വൃക്ഷത്തിന്റെ തണലില് ഇരുന്നാലും വലിയ ലക്ഷോറിയസ് ആയിട്ടുള്ള ഗാർഡൻ പാർട്ടിയാണ് അവിടെ നടത്തുന്നത്. എന്നാ ലോകത്തിന് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവന്റെ അവിടെ ആ ഹോസ്പിറ്റാലിന്റെ പ്രത്യേകത, അബ്രഹാം അവരോട് പറഞ്ഞിട്ട് അല്പം വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഞാൻ ഒരു മുറി, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറിന്റെ അടുക്കൽ ചെന്ന് നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു മുറി അപ്പം എന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷെ കൊടുക്കുന്നത് എത്രയാണ്? 3 ഇടങ്ങഴി മാവിന്റെ അപ്പം. അതാണ് വാസ്തവത്തിൽ ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു പ്രത്യേകത. അവർക്ക് തിന്ന് എത്ര തിന്നാലും തീരാത്തതുപോലെ. നമ്മുടെ ഈ മലയാളികൾക്കാണ് ഈ ഹോസ്പിറ്റാലിറ്റി ഒട്ടും ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു അറബി ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ, നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ ചോദിക്കും, വല്ലതും കുടിക്കണോ? അങ്ങനെ ചോദിച്ചിട്ട് എന്തേലും കുടിക്കാം. അത് ചൂടോ തണുത്തതോ? ചായയാണോ തണുത്തതാണോ? തണുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളമോ അതോ ജ്യൂസോ വല്ലതും വേണോ? അവൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജ്യൂസ് വേണമെന്ന് ചോദിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഒരു അരത്തോളം ജ്യൂസും കൊണ്ടുവരും. നമ്മൾ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്ക്, ഞങ്ങൾ നിന്നോട് ചോദിക്കത്തില്ല നീ കുടിക്കുന്നോ എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. നിനക്ക് കുടിക്കാൻ ചൂടുള്ളതും തണുപ്പുള്ളതും ജ്യൂസും കൊക്കക്കോളായും വെള്ളവും എല്ലാ സാധനവും ഞങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് തന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് നിനക്ക് ആവശ്യമുള്ളത് നീ എടുക്കുന്നു, അല്ലാതെ വേണോ കുടിക്കുന്നോ എന്നൊന്നും ഞങ്ങൾ ചോദിക്കത്തില്ല. അതാണ് ഹോസ്പിറ്റാലിറ്റി. ഞാൻ ആഫ്രിക്കയിൽ ചെന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ആഫ്രിക്കക്കാർക്കൊന്നും അവരെ
ഒന്ന് പാവങ്ങളല്ലേ. പക്ഷെ അവരുടെ അത്രയും ഹോസ്പിറ്റാലിറ്റി ഞാൻ ലോകത്തിലുള്ളതും കണ്ടിട്ടില്ല. എനിക്ക് പേടിയാണ് അവരെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്നറിയാമോ, അവർ നമുക്ക് ചെയ്യുന്നത് പോലൊന്നും നമ്മൾ അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഹോസ്പിറ്റബിളാണ് അവർ, അതുപോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒന്നും ഉള്ളവരല്ല, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ അവിടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ്. അവിടെ ഇല്ലായ്മയിൽ നിന്ന് അവരൊരു പക്ഷേ ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു രീതിയിൽ ഒരു കണക്കുമില്ലാത്തതുപോലെ. നമ്മളെ ഒരു ദിവസം ട്രീറ്റ് ചെയ്താൽ പിന്നെ അവന് 3 ദിവസം ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, എന്നാലും അവനത് ചെയ്തിരിക്കും. ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചത് മലയാളികളാണ് ഹോസ്പിറ്റാലിറ്റി എന്നാണ് ചിന്തിച്ചിരുന്നത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. നോ, ഈ ഹോസ്പിറ്റാലിറ്റി തുടങ്ങുന്ന ഒരു ദൈവികമായ ഒരു എന്താ ഒരു പ്രത്യേക വെർച്യുവാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു ജാട കാണിക്കാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള അല്ലാതെ വേറെ ഒരു രീതിയിലും നമുക്കിത് ചെയ്യാൻ വലിയ ആഗ്രഹമോ താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു കമ്പനിയുടെ GM ഒരിക്കൽ അയാളുടെ എക്സിക്യൂട്ടീവ്സിനെ എല്ലാം കൂടെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അയാൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ അല്ലേ നിങ്ങളുടെ ഭാര്യമാരെ വിളിക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടേൺ അനുസരിച്ച് നിങ്ങൾ പറയണം, എടി പെട്ടെന്ന് എൻ്റെ 2-3 കൂട്ടുകാരെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 4 ഞാനും 5 പേര് ഞങ്ങൾ ഒരുമിച്ചുണ്ട്, ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം എന്നൊന്ന് പറയണം. എന്നിട്ട് മറുപടി എന്നാന്നുള്ളത് സ്പീക്കർ ഫോണിലുണ്ടോന്ന്. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വിളിച്ചു പറയാണ്, ഉച്ചയ്ക്ക് 5 പേര് ഞങ്ങൾ ഉണ്ണാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടി സ്പീക്കർ ഫോണിലിടണം. നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും കേൾക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും മറുപടികൾ സ്പീക്കർ ഫോണിലുണ്ടെന്നുള്ള ഒരു നിലയിൽ നിങ്ങളങ്ങ് സംസാരിക്കണം ദയവ് ചെയ്ത്. ഞാൻ കേട്ടത് അതിനകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, ദാറ്റ്സ് ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സല്ലേ വരുന്നത്, അപ്പോൾ അറിയാമല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ നമുക്കുള്ളത് കൊടുക്കാം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും പിന്നെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. സ്പീക്കർ ഫോണിൽ കൂടെ കേട്ടതൊക്കെ ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രം. എന്നാൽ അബ്രഹാം ആർക്കാണ് കൊടുക്കുന്നത്? അപരിചിതരായ ആളുകൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ. ലോകത്തും അത് തന്നെയാണ് ചെയ്യുന്നത്. അപരിചിതരായ ആളുകളെയാണ് അവൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, വേദപുസ്തകത്തിലെ ദുഷ്ടകഥാപാത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കഥാപാത്രങ്ങൾ തന്നെ നമ്മളെക്കാളൊക്കെ നല്ലവരാ. ലോകത്തിൻ്റെയൊക്കെ ഹോസ്പിറ്റാലിറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ്റെ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അഭ്യാസികളായ 318 പേരുള്ള ഒരു ട്രൈബൽ ലീഡറാണ് അവനെന്ന് ഓർക്കണം. അവൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അതിഥിയെ ശുശ്രൂഷിക്കേണ്ട സമയമായപ്പോൾ അവൻ വേലക്കാരെ വിടുകയല്ല. അവൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകാമെന്നാണ് പറയുന്നത്. പലയിടത്തുനിന്നും വല്ലതും കഴിക്കാനാണെങ്കിൽ അവർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാമായിരുന്നല്ലേ. ഹോട്ടലിൽ നിന്ന് കഴിക്കാനകത്ത് പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഹോസ്പിറ്റാലിറ്റിയുടെ പ്രത്യേകത, ആ ആറ്റിറ്റ്യൂഡ്. അബ്രഹാം അവരുടെ അടുക്കൽ, അവരുടെ മുമ്പിൽ വെച്ചു അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നെന്ന്. അവനും കൂടെ ഇരുന്ന് കഴിക്കുകയല്ല, ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ നിന്ന് ചോദിച്ചതിന് കൂടാരത്തിനുണ്ടെന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് സാറ കേട്ടു. സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, നമുക്കറിയാമല്ലോ. എന്നാൽ സാറയുടെ ചിരി യഹോവ കേൾക്കുന്നു. ചോദിക്കുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഞാൻ ആ ഭാഗം നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് കാര്യങ്ങൾ വിട്ടുകളയാണ്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നീ എന്തിനാ ചിരിക്കുന്നത്? യഹോവയാൽ കഴിയാത്തൊരു കാര്യവുമില്ല, ദൈവത്താൽ കഴിയാത്തൊരു കാര്യവും ഇല്ല. അതൊരു ഫാക്റ്റാണ്. ദൈവം എപ്പോൾ ചെയ്യുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയും. അത് ചെയ്യണോ വേണ്ട എന്നുള്ളത് ആര് തീരുമാനിക്കും? ദൈവം തീരുമാനിക്കും. ഇറ്റ്സ് അപ് ടു ഹിം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ എബിലിറ്റിയിലുള്ള വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം, ദൈവത്തിൻ്റെ സോവറിറ്റിയിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അവൻ എനിക്ക് മകനെ തരാൻ കഴിയുമോ? കഴിയും. എനിക്ക് തരണോ വേണ്ട എന്നുള്ളത് അവൻ തീരുമാനിക്കും. എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവന് കഴിയുമോ? കഴിയും. പക്ഷേ എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമോ വേണ്ട എന്നുള്ളത് അവൻ തീരുമാനിക്കും. സോവറിറ്റി അവൻ്റെ കയ്യിലാണ്. അതാണ് ശരിയായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ആ ഫെയ്ത്താണ് ഇന്ന് നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത്. അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്ക് കുഞ്ഞുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ഇനി നമ്മൾ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഇൻ്റർസെഷനാണ് നമ്മൾ കാണുന്നത്. ഇൻ്റർസെഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. പല
മെസ്സേജസിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അബ്രഹാമുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ അവൻ യാത്രയാകാൻ പോവുകയാണ്. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവിടെ യാത്ര അയപ്പാൻ അവരോട് കൂടെ പോയി. നാച്ചുറലി നമ്മളാണെങ്കിലും യാത്ര അയക്കാനായിട്ട് പോകും. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ള ഒരു ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അത് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതി ന്യായം പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനോട് മറച്ചു വയ്ക്കുമോ എന്ന് ചോദിക്കാൻ കാര്യം എന്താ? ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കവനന്റ് റിലേഷൻഷിപ്പ് എനിക്ക് അവനുമായിട്ട് ഉണ്ട്. ഐ ഹാവ് നോൺ ഹിം ബൈ കവനന്റ്. ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട്, ഞാൻ അവനുമായിട്ട് നിയമം ചെയ്തിരിക്കുന്നത് കൊണ്ട്, ഇനി ഇപ്പോൾ അവൻ എൻ്റെ പാർട്ട്ണറാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ടാണ് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നമ്മളെ അറിയിക്കുന്നത്. അല്ലെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സോദോമിനെ നശിപ്പിക്കുന്ന കാര്യം അവനെ അറിയിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. ഭൂമിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ ദൈവം കണക്കാക്കുന്നത് വെറും ഒരു വേലക്കാരെന്നുള്ള നിലയിൽ മാത്രമൊന്നുമല്ല. ഓഫ് കോഴ്സ് അവൻ യജമാനനും നമ്മൾ അവൻ്റെ അടിമകളുമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനും അപ്പുറത്ത് നമ്മൾ അവൻ്റെ പാർട്ട്നേഴ്സാണ്. അവൻ്റെ മാസ്റ്റർ പ്ലാൻ അവൻ നമ്മളെ മനസ്സിലാക്കുന്നു, നമുക്ക് പറഞ്ഞു തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നല്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്നത്രേ വിളിക്കുന്നത്. യജമാനൻ ചെയ്യുന്ന എന്തെന്ന് ദാസന്മാർ അറിയുന്നില്ല. പക്ഷേ ഞാൻ പിതാവിൻ്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ്? എൻ്റെ സ്നേഹിതന്മാരാണ്. എൻ്റെ ഹൃദയം ഇപ്പം നിങ്ങൾക്ക് അറിയാം. എപ്പോഴാണ് നമ്മൾ പാർട്ട്നേഴ്സ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദൈവം ഉപകാരം ചെയ്യുമ്പോഴല്ല. നമ്മുടെ ചിന്ത അതാണ്, നമ്മൾ കർത്താവിൻ്റെ പാർട്ണർ ആകുന്നത് കർത്താവ് നമ്മളെ കുഞ്ഞിനെ രോഗത്തിൽ നിന്ന് വിടുവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണെന്നാണ്. അതൊക്കെ നമ്മൾ പാർട്ണറായില്ലെങ്കിലും ദൈവം ചെയ്യും. കാര്യം പാർട്ട്നേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ മാത്രമൊന്നുമല്ല ദൈവം രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നത്. എപ്പോഴാണ് അവൻ്റെ പാർട്ണറാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോൾ അവൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാകുമോ അപ്പോഴാണ് നമ്മൾ അവൻ്റെ പാർട്ണറാകുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാകുന്നല്ലോ. അവൻ്റെ മനസ്സ് എനിക്ക് അവൻ വെളിപ്പെടുത്തി തരുമ്പോഴാണ് ഞാൻ അവൻ്റെ പാർട്ട്ണറാകുന്നത്. അബ്രഹാമിനോട് കർത്താവ് പറയുന്നതാണ്, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറയാതിരിക്കാൻ കഴിയില്ല, ബിക്കോസ് യു ആർ മൈ പാർട്ട്ണർ. നമുക്ക് അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ദൈവമായിട്ടുണ്ടോ? കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവൻ്റെ പങ്കാളിയായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അവൻ സോദോമിനെ കുറിച്ച് 20-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നത്, പിന്നെ യഹോവ സോദോമിനെയും ഗോമോറയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. സോദോമിൻ്റെ പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു യുദ്ധം ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, എന്ത്? സോദോം രാജാവിനെ പിടിച്ചുകൊണ്ട് പോയി. ആ യുദ്ധമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച യുദ്ധമൊന്നും ഇവരെ മാറ്റുന്നില്ല. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ദുരന്തങ്ങളും ദൈവം നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. മാറി വരുവാനും ദൈവത്തിലേക്ക് മനം തിരിഞ്ഞു വരാനുമായിട്ട് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശമാണ് ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ടൈംസ് സ്ക്വയർ ചർച്ചിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്വിൻ ടവർ തകർന്നതിന് ശേഷം, ട്വിൻ ടവറിൻ്റെ പ്രശ്നം സെപ്റ്റംബർ 11 നിങ്ങൾക്കറിയാമല്ലോ. ആ 9/11 അവസ്ഥയ്ക്ക് ശേഷം, ട്വിൻ ടവർ തകർന്നതിന് ശേഷം, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നതിന് ശേഷം ചില നാളുകൾക്ക് കഴിഞ്ഞപ്പോൾ ഡേവിഡ് വിൽക്കേഴ്സൺ പ്രസംഗിച്ച ഒരു പ്രസംഗം അതിനകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത്, ദൈവം അമേരിക്കയോട് സംസാരിച്ച കൃത്യമായ ലാംഗ്വേജ് ആയിരുന്നു അന്നുണ്ടായ ഒരു ആക്രമണം എന്ന് പറയുന്നത്. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അവരുടെ ഡോളറിൽ അവർ എഴുതി വെച്ചെങ്കിലും അവരുടെ ഇന്നത്തെ ആശ്രയം, ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് ഒത്തിരി തകർച്ച പറ്റിയിട്ടുണ്ട്, പക്ഷേ അന്നത്തെ അത് അടുത്ത ലാംഗ്വേജാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. സെപ്റ്റംബർ 11 ലാംഗ്വേജ് പഠിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ലാംഗ്വേജ് വേണ്ടി വരത്തില്ലായിരിക്കും. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അവരവരുടെ ഡോളർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ട്രസ്റ്റ് ഡോളറിലാണ്, അല്ലാതെ ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. പക്ഷേ ഇന്നിപ്പോൾ ഡോളറിനും പ്രശ്നമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ടോക്ക് ഷോ, ഒരു പക്ഷേ യൂട്യൂബിൽ എൻ്റെ ഒരു ടോക്ക് ഷോ കിടപ്പുണ്ടെന്ന് അറിയുന്നത്, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ച് അതിനകത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജ് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ അതിനപ്പുറത്തെ ദുരന്തം വീണ്ടും നമുക്ക് ഉണ്ടാകേണ്ടി വരും. സോദോമിനോട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മനന്തിരി ഉണ്ടാകാൻ ദൈവം അവർക്ക് കൊടുത്ത ഒരു ലാംഗ്വേജ് ആയിരുന്നു യുദ്ധം. പക്ഷെ ആ യുദ്ധം അവരെ ഏശിയില്ല. വീണ്ടും അവർ വഷളത്വത്തിലേക്ക്
പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ദുരന്തത്തിൽ നിന്ന് പാഠം പഠിക്കാത്തതുകൊണ്ട് നമ്മളുടെ ഒക്കെ പ്രശ്നം അതാണ്. അതുകൊണ്ട് ഇത് നാശത്തിലേക്ക്, ആത്യന്തികമായ നാശത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലി തകരുമ്പോൾ, പോകുമ്പോൾ, ഒരു ബിസിനസ് തകരുമ്പോഴൊക്കെ കർത്താവിനോട് ചോദിക്കണം, എന്താണ് നീ ഞങ്ങളോട് സംസാരിക്കുന്ന ഭാഷ എന്താണ്? ഇല്ല, ഞാൻ വീണ്ടും പണിയും. അതാണ് ഡേവിഡ് ലൂക്കാസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അമേരിക്കയിലെ മുഴുവൻ പള്ളികളിലും സെപ്റ്റംബർ 11 ശേഷം 3-4 ദിവസത്തേക്ക്, 9/11 ശേഷം 3-4 ദിവസത്തേക്ക് ഭയങ്കര പ്രാർത്ഥനയും ബഹളവും കാര്യങ്ങളും എല്ലാം, അനുതാപവും കരച്ചിലും ഒക്കെ ആയിരുന്നു. പക്ഷെ 5-6 ദിവസം കഴിഞ്ഞതോടുകൂടെ അന്ന് ജോർജ് ബുഷ് പറഞ്ഞു, വി വിൽ ഫൈറ്റ്, വി വിൽ വിൻ, നോ വൺ ക്യാൻ ബീറ്റ് us എന്ന് പറഞ്ഞു. ആ പ്രസംഗത്തെ വെച്ചുകൊണ്ടാണ് ശരിക്കും ഡേവിഡ് ലൂക്കാസൻ അവിടെ പ്രസംഗിക്കുന്നത്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ തന്നെ ഹമ്പിൾ ആക്കാനാണ്, താഴ്ത്തുവാനാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരന്തത്തിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴാനായിട്ട് പഠിക്കണം. ദൈവത്തിൽ നിന്ന് പാഠം പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കണം. അത് പഠിക്കാത്തത് കൊണ്ട് സോദോമിനെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനമെടുത്തു. പക്ഷേ അബ്രഹാമിന് ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഒരിക്കലും പറയുന്നില്ല അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ യാത്ര അയക്കാൻ പോകുമ്പോൾ അവിടെ വേഴ്സ് 22 അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത് നോക്ക്, ഏബ്രഹാം സ്റ്റുഡ് യെറ്റ് ബിഫോർ യഹോവ. യഹോവയുടെ അടുത്ത് തന്നെ, വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ അവൻ നിന്നു. യാത്രയയപ്പ് നമുക്കറിയാം. നമ്മളൊരാളെ യാത്ര അയക്കാൻ വേണ്ടി യാത്ര പോകുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകുന്ന ആൾ അകന്നകന്ന് പോകും അല്ലേ? നമ്മൾ പതിയെ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ വീശി ബായി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ അബ്രഹാം എന്ത് ചെയ്യുന്നില്ല? അകന്നകന്ന് പോകുന്നില്ല. അവൻ പുറകെ പോവുകയാണ്. ദൈവത്തിൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ പുറകെ പോയിട്ട് പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞു. അവൻ പിന്നെയും കുറെ കൂടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്തിനാണെന്നറിയാമോ? എന്തിനാ? കരഞ്ഞു പറയുക. സോദോമിന് വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഇന്റർസെഷൻ നടത്തുകയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സന്ദർഭത്തിന്റെ പ്രത്യേകത. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു മകനെ തരുമെന്ന്. ആ ഒരു സന്ദർഭം നെക്സ്റ്റ് ഇയർ, ഇപ്പോഴാണ് ആദ്യമായിട്ട് ടൈം പറയുന്നത്. ഇതുവരെ അവന് മകനെ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ എന്ത് പറഞ്ഞിട്ടില്ല? സമയം പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ പറയാണ്, നെക്സ്റ്റ് ഇയർ അറ്റ് ദിസ് ടൈം യു വിൽ ഹാവ് എ സൺ. ശരിക്കും ഇത്രയും വലിയ ഒരു വാർത്ത അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണത്തില്ല. അവന്റെ ട്രൈബ് മൊത്തമായിട്ടൊരു ആഘോഷിക്കണം. ശരിക്കും ഒരു സെലിബ്രേഷന്റെ സമയമാണിത് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ ഇതുപോലെ ഓടപ്പോടുകൂടെ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നു കഴിഞ്ഞാൽ എന്തൊരു ബഹളമായിരിക്കും ആ വീട്ടിൽ. നാച്ചുറലി ഇതേ ബഹളം എവിടെയും ഉണ്ടാകേണ്ടതാണ്. അബ്രഹാമിന്റെ വീട്ടിൽ ഉണ്ടാകേണ്ടതാണ്. മകൻ ഉണ്ടാകാൻ പോകുന്നു, ഒരു സെലിബ്രേഷന്റെ സമയമാണ്. എന്നാൽ അബ്രഹാം സെലിബ്രേറ്റ് ചെയ്തില്ല. കാരണം അവന്റെ മനസ്സിൽ അവൻ 99 സംവത്സരം കാത്തിരുന്ന മകന്റെ ജനനത്തെക്കാൾ വലുതായി അപ്പോഴുണ്ടായിരുന്നത് നശിച്ചു പോകുന്ന സോദോമിലെ പാപികളെ കുറിച്ചുള്ള ചിന്തയാണ്. അതൊക്കെയാണ് അബ്രഹാമിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. അബ്രഹാമിന്റെ വിശ്വാസ യാത്രയിൽ അവനോട് കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ യാത്രയിൽ അവന്റെ പങ്കാളിയാണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എ ക്രൈ ഫോർ ദ പെരിഷിംഗ് സോൾ. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വലിയൊരു കരച്ചിൽ, ഒരു പിടച്ചിൽ അവന്റെ ഹൃദയത്തിൽ, അവന്റെ മനസ്സിൽ. നശിച്ചു പോകുന്ന സോദോമിനെ കുറിച്ച്, അവന്റെ സ്വകാര്യ സന്തോഷങ്ങൾക്കപ്പുറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വലിയൊരു കരച്ചിൽ. ഇങ്ങനൊരു കരച്ചിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് സ്തോത്ര പ്രാർത്ഥന നടത്താൻ നമ്മൾ ചിലപ്പം മറക്കാറില്ല, മാക്സിമം. അതും ചിലപ്പം മറന്നു പോകുമായിരിക്കും. പക്ഷേ നമ്മുടെ മാക്സിമം കാര്യം എന്താണ്? കർത്താവ് എൻ്റെ ജീവിതത്തിൽ, ഞാൻ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതാ, പക്ഷെ കർത്താവ് ഇപ്പോൾ പറഞ്ഞു അടുത്ത വർഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന്. കം ഓൺ എവരിബഡി സെലിബ്രേറ്റ്, പാട്ട് പാടാം, ആരാധിക്കാം, ഭയങ്കര ബഹളം. പക്ഷേ ഇവനിതെല്ലാം മറന്നുപോയി. ഇത് ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, ആണോ? ദൈവം അങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തപ്പോഴത്തേക്ക് ആഘോഷിക്കുന്നതിനകത്ത് തെറ്റുവല്ലോ ഉണ്ടോ? ഇല്ല. പക്ഷെ ആഘോഷം മറക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നശിച്ചു പോകുന്ന ഒരു പട്ടണത്തെക്കുറിച്ചുള്ള വേദന നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങൾക്കപ്പുറത്ത് നരകത്തിലേക്ക് ത്വരിതഗമനം ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ, അവർ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള വേദന ഉണ്ടാകുമ്പോഴാണ് അബ്രഹാമിന്റെ ഫെയ്ത്ത് ജേർണിയിൽ നമ്മളും ജോയിൻ ചെയ്യുന്നത്. ഹല്ലേലൂയ.
നമ്മുടെ കണ്ണുകളെ നനയിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഉറങ്ങുന്നത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെ ആയിരിക്കും അവൻ ഉറങ്ങുന്നത്. എഴുന്നേൽക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നതും അവൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാകുന്നത് വരെയും സ്വസ്ഥതയില്ലാത്തവനാണ് ആത്മീയൻ. സ്വകാര്യ സുഖങ്ങൾക്കകത്ത് സന്തോഷം കണ്ടെത്തുന്നവനല്ല. ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാകുന്നത് വരെയും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്തവനാണ് യഥാർത്ഥത്തിൽ ആത്മീകൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മിഷണറി, അയാളുടെ കണ്ണിൻ്റെ ഒരു സർജറി പണ്ട് കാലത്ത് നടന്നതാണ്. ആ കണ്ണിൻ്റെ സർജറി നടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണ് നനയാൻ പാടില്ല, ഫോർ നെക്സ്റ്റ് 3 days കണ്ണ് നനയാൻ പാടില്ല. അതുകൊണ്ട് മോള് ആ മിഷണറിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു ദിവസം മൂന്നാമത്തെ ദിവസം അവൾ ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ്. അപ്പന് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതെ. പക്ഷേ അവൾ മൂന്നാമത്തെ ദിവസം പുറത്തുനിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ കരയുന്നതാണ്. അവളങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഡാഡി എന്താ കാണിച്ചത്? ഞാൻ ഇത്രയും നേരം കൂടെ നിൽക്കുകയായിരുന്നല്ലോ, ഞാൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഇത് എന്തായി കാണിച്ചത്? കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അത് അഫക്റ്റ് ചെയ്യുമല്ലോ. അദ്ദേഹം പറഞ്ഞത്, മോളെ നിനക്കറിയാമല്ലോ ഞാൻ ഇന്ന സ്ഥലത്ത് മിഷണറി ആണെന്ന് അറിയാമല്ലോ. അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ സ്വകാര്യ സുഖങ്ങളൊന്നുമല്ല എനിക്ക് വിഷയം. ഞാൻ കരഞ്ഞു പോയി. ഞാൻ കരയാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. പക്ഷെ അവരെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു, എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വലിയൊരു ഭാരമുണ്ടോ? ദൈവത്തിൻ്റെ ഭാരം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ? അബ്രഹാം അടുത്ത് ചെന്നു. ഹി ഡ്രൂ നിയർ ടു ഗാഡ്. ഇന്റർസെഷൻ എന്ന് പറയുന്നത് ഇന്റിമസിയിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് പലപ്പോഴും പഠിച്ചിട്ടില്ലാത്തൊരു പാഠമാണ്. ഇന്റർസെഷൻ നടത്തണമെങ്കിൽ കുറെ കൂടെ അടുത്ത് ചെല്ലണം. നമ്മൾ ദൈവത്തോട് കുറെ കൂടെ അടുത്ത് ചെല്ലുന്നത് നമുക്ക് എന്തെങ്കിലും സ്വകാര്യ സാധനങ്ങൾ വേണ്ടപ്പോഴൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊന്നുമല്ല, നമ്മുടെ എന്തെങ്കിലും സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാധനം കിട്ടാനാണ് പലപ്പോഴും കർത്താവിൻ്റെ അടുത്ത് നമ്മൾ കൂടുതൽ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ അബ്രഹാം ഇന്റിമസി കാണിക്കുന്നത്, ഏബ്രഹാം ഡ്രൂ നിയർ ടു ഗാഡ്. എന്തിനാണ്? അവൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, പ്രത്യുത നഷ്ടപ്പെട്ടു പോകുന്ന സോദോമിനെ ഓർത്ത് കരയുവാൻ വേണ്ടി. ഇന്റിമസിയിൽ നിന്ന് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഇന്റർസെഷൻ. വെറുതെ വെയ്ഗായിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മുടെയൊക്കെ ചിന്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മാജിക്കോ അല്ലെങ്കിൽ മന്ത്രം പോലെയാണെന്നൊക്കെയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ സഭായോഗത്തിന് സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു 3 മിനിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് പാസ്റ്റർ പറയും, അനേക സ്ഥലങ്ങളിലായി സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സുവിശേഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആഫ്രിക്കയിൽ, ചൈനയിൽ ഒക്കെയും കഷ്ടമനുഭവിക്കുന്ന സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഓർത്ത് ഇന്ന അച്ചായം പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അച്ചായം പെട്ടെന്ന് ഓർക്കുന്നത്, കർത്താവെ പാസ്റ്റർ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങനെ വേറെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച ഉടനെ ചൈനയിൽ അങ്ങ് സഭകൾ ഉടലെടുക്കത്തക്ക രീതിയിൽ നിങ്ങൾ എന്ത് വിഡിത്തമായി പറയുന്നത്? അങ്ങനെയൊക്കെ ദൈവത്തെ കളിപ്പിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഔട്ട്ക്രൈ ആണ്, ഹാർട്ട്സ് ഔട്ട്ക്രൈ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വേദനയിൽ നിന്ന് മാത്രമേ പ്രാർത്ഥന ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പ്രയർ ടവറുകാരോടൊക്കെ വലിയ പ്രയാസം. ഈ പ്രയർ ടവർ, ഞാൻ ഒരാൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു 24 hours പ്രാർത്ഥന നടത്തുക. ഞാൻ ചോദിച്ചു, ആരാ പ്രാർത്ഥിക്കുന്നത്? സഹോദരിമാര്. ഞാൻ പറഞ്ഞു, ഏത് സഹോദരിമാര്? അല്ല, സഹോദരിമാരെ നമ്മൾ അവിടെ ആക്കിയിട്ടുണ്ട്. അവർ വിഡോസ്, അവർക്ക് വേറെ പണിയൊന്നും ഇല്ല. അവരെന്താ അവിടെ വരാൻ കാര്യം? അല്ല, അവരിപ്പം വേറെ അവർക്കൊന്നും കാര്യങ്ങളൊന്നും ഉള്ളവരൊന്നുമല്ല. അവിടെ അവർ പ്രാർത്ഥിക്കുകയും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ടെലിഫോൺ ലൈൻ കൊടുത്തിട്ടുണ്ട് 24 hours പ്രാർത്ഥിക്കാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ടെലിഫോണിൽ വിളിക്കും, അന്നേരം അവർ പ്രാർത്ഥിക്കും. ചെങ്ങന്നൂരിൽ മത്തായിക്കുട്ടിക്ക് തലവേദനയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ടെലിഫോണിൽ കൂടെ വിളിച്ചു പറയുകയാണ്. ഉടനെ സഹോദരിമാരെ, കർത്താവേ മത്തായിക്കുട്ടിയുടെ തലവേദന മാറ്റണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞാൽ ഉടനെ തലവേദനയെന്ന് പോകും. എന്തൊരു മാജിക്കാണെന്ന് ആലോചിച്ച് നോക്കണം. പ്രിയമുള്ളവരുടെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ 24 hours പ്രയർ ടവർ മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോഴെല്ലാം ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം അതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ പ്രാർത്ഥനയ്ക്കെതിരൊന്നുമല്ല, പക്ഷേ നമ്മുടെ മനസ്സിലെ ഇതൊരു മാജിക് ആണെന്നുള്ള ചിന്ത നിങ്ങൾ കളയണം. ഇതൊരു മാജിക് ഒന്നുമല്ല. ഇൻറ്റിമസിയിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തോട്ട് കയറി നിന്ന്, ആർക്ക് വേണ്ടി? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്ന പട്ടണങ്ങൾക്ക് വേണ്ടി, കൊച്ചി പട്ടണത്തിന് വേണ്ടി, ആലുവായിക്ക് വേണ്ടി, കളമശ്ശേരിക്ക് വേണ്ടി ഒക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ്റെ സന്നിധിയിൽ ഇൻറ്റിമസി വേണം. നമുക്ക് അവൻ്റെ അടുത്ത് കയറി നിൽക്കണം. അല്ലാതെ ടെലിഫോൺ ലൈനിൽ കൂടെ കേട്ടിട്ടില്ലാത്ത ആളുകളെ, കണ്ടിട്ടില്ലാത്ത ആളുകളെ, ഞാനതിനെ
പുച്ഛിച്ച് തള്ളുകയൊന്നുമല്ല, അങ്ങനെങ്കിലും പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഇതിനെതിരൊന്നുമല്ല. പക്ഷേ പ്രയർ എന്ന് പറയുന്നത് മാജിക് ഒന്നുമല്ല. യാതൊരു ബന്ധവുമില്ലാത്ത ആരെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങ് ഒരു ഹൃദയത്തിന് വേദനയില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാൻ ഒരുപക്ഷെ എനിക്ക് ടെലിഫോണിൽ ആൾക്കാർ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ടെലിഫോണിലൂടെ വിളിച്ചുകൊണ്ട്. പക്ഷേ അവരുമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഞാൻ അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ കാര്യം? ഐ ടോക്ക് ടു ദം. എനിക്ക് അവരോടൊരു ഇൻറ്റിമസി ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനാ? ഐ ട്രൈ ടു മേക്ക് ഇറ്റ് സോ ക്ലിയർ. അവരോട് ഞാൻ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ എന്നെ വിളിക്കുന്ന ആളുകൾ എന്നെ അറിയാവുന്നവർ, അല്ലെങ്കിൽ അവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല, നമ്മളുമായിട്ട് ഏതെങ്കിലും നിലയിൽ ബന്ധമുള്ള ആളുകൾ. എനിക്കൊരു പക്ഷേ അറിയത്തില്ലായിരിക്കാം, ഒരു പക്ഷേ അവർ നമ്മളുടെ CD കേട്ടിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. അവർക്ക് ഞാനുമായിട്ട് ഒരു ഇൻറ്റിമസി ഉള്ളതുകൊണ്ടാണ് അവരെന്നോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്നത്. അല്ലാതെ ഏതോ ഒരു ടെലിഫോൺ ലൈനിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാകുന്നില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. കാര്യം അബ്രഹാം എന്ത് ചെയ്യുന്നു? അബ്രഹാമിന് സോദോമിനെ കുറിച്ച് ഭയങ്കര ഒരു ബേർഡൻ ഉണ്ടായിട്ട് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹി വാസ് സോ ക്ലോസ് ടു ഗാഡ്. അവൻ പറയുന്നത് അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ ചിന്തിക്കരുത്, അബ്രഹാം പറയുന്നില്ല ലോത്തിന് അങ്ങനെ വരണമെന്നൊന്നുമല്ല പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അബ്രഹാം ഒരു ആത്മീയനാണ്. ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞതുകൊണ്ട് അന്നേരം തൊട്ട് അവൻ്റെ നാശമൊന്നുമല്ല അവൻ നോക്കിയിരിക്കുന്നത്, അവന് നാശം ഉണ്ടാകരുതെന്നാണ്. കർത്താവിനോട് അവൻ ചോദിക്കണം, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അത് നിമിത്തം ആ ദേശത്തെ നശിപ്പിക്കുമോ? ആ ദേശത്തെ നീ വിടുവിക്കത്തില്ലയോ? കർത്താവ് പറഞ്ഞു 50 പേരുണ്ടെങ്കിൽ. 45 ഉള്ളെങ്കിലോ? 45 എന്ന് ചോദിക്കാൻ വേണ്ടി അടുത്തത് എന്താ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, 45 ചോദിക്കാൻ വേണ്ടി അവൻ ദൈവത്തിന്റെ സന്നിധിക്ക് നിൽക്കുന്നത് പേടിച്ചാ. Who am I to stand before you, O Lord? I am just dust and ash. നിന്റെ സന്നിധിയിൽ നിൽക്കാൻ പൊടിയും വെണ്ണീറുമായ ഞാൻ തയ്യാറായല്ലോ. ഇന്റർസെഷൻ പോലും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. അവൻ്റെ കൃപയുടെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് അവൻ്റെ സന്നിധി ചെല്ലുമ്പോൾ വലിയ ഗമ കാണിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. ചില ആളുകളിലൊക്കെ പ്രാർത്ഥന, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഏതാണ്ട് ഔദാര്യം ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോലും ദൈവസന്നിധി ചെല്ലാനുള്ള നോർമൽ അവകാശം നമ്മൾ ദൈവ പൈതങ്ങളായതുകൊണ്ട് നമുക്ക് ലഭിച്ച കൃപയല്ലാതെ വേറെ അവകാശം ഒന്നും ദൈവസന്നിധി ചെല്ലാൻ നമുക്ക് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ദൈവകൃപയെക്കുറിച്ചുള്ള വലിയ ബോധ്യത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലാൻ. ഭയത്തോടും വിറയലോടും കൂടെ അവൻ്റെ സന്നിധിയിൽ പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ സന്നിധി നിൽക്കാൻ തയ്യാറായല്ലോ. എന്നോട് ക്ഷമിക്കണേ, ഞാൻ 50 എന്ന് പറഞ്ഞു, 50 നീതിമാന്മാര് ഇല്ലെങ്കിലോ? ഇവനൊരു പക്ഷേ ചിന്തിച്ചത് ലോത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, അവൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ 50 നീതിമാന്മാരെ ഉണ്ടാക്കി കാണും എന്ന് ചിന്തിച്ചാണ് 50 പേരുടെ ചോദിച്ചതെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ പിന്നെ അവൻ ആലോചിച്ചു, ലോത്തല്ലേ പാർട്ടി, 50 ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ, 45 പോയെങ്കിലോ? അങ്ങനെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ 10 പേര്. 10 പേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാം ചിന്തിച്ചു, എന്താണെങ്കിലും ലോത്ത് ഇതിനിടയ്ക്ക് 10 പേരെങ്കിലും നേടിക്കാണും. അബ്രഹാം മടങ്ങിപ്പോകുന്നു, ദൈവം അവൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷെ നമുക്കറിയാം അവിടെ 10 പേരെ നേടുവാൻ തക്കവണ്ണം ലോത്തിന് കഴിഞ്ഞില്ല. ഇതിനകത്ത് മറ്റൊരു വലിയ സത്യം കൂടിയുണ്ട്. വഴക്കുണ്ടാക്കി ലോത്ത് പോയെങ്കിലും ലോത്തിനെ കുറിച്ച് പറയുന്നത് അവൻ വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. നിങ്ങൾ വഴിതെറ്റി ഒരിടത്ത് ചെന്നാലും അവിടെയും 10 നീതിമാന്മാരെ ഉണ്ടാക്കാൻ ദൈവം നിങ്ങളെ വിടുന്നത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളെ ദൈവം എവിടെയാക്കിയാലും, ഒരു പക്ഷേ റിബല്യസ് ആയിട്ട് നിങ്ങൾ പോയതാണെങ്കിലും, നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ഇഫ് യു ആർ എ റൈച്ചസ് പേഴ്സൺ, ഇഫ് യു ഹാവ് എനി റിലേഷൻ വിത്ത് ഗാഡ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ വിന്നിങ് സോൾസ് ഫോർ ജീസസ്. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായിരിക്കണം നമ്മൾ. എവിടെ ചെന്നാലും യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. പെട്ടെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. സോദോമിനെ കുറിച്ചുള്ള ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ലോത്ത് 19-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ലോത്ത് പട്ടണവാതിൽക്കൽ നിൽക്കുകയായിരുന്നു നമ്മളിവിടെ കാണുന്നത്. പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. 2 ദൂതന്മാർ വൈകുന്നേരം സോദോമിൽ എത്തി. ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നിലം വരെ കുനിഞ്ഞു. അബ്രഹാമിൻ്റെ കൂടെ നിന്നായിരിക്കാം, അല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ ഇവൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്,
യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാവാർപ്പീൻ, കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാകാം എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാവാർക്കും എന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവന്റെ അടുക്കൽ തിരിഞ്ഞു ചെന്നു. ദൂതന്മാരോട് ഇവൻ ചെന്നിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് രാപാർക്കുക. അവർ പറഞ്ഞെന്താണ്? ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും. ശരിക്കും പട്ടണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഭയങ്കര അഭിനയത്തിൻ്റെ ഒരു ലോകമാണ് പട്ടണം എന്ന് പറയുന്നത്. പകല് പട്ടണം കണ്ടാൽ വഴിയിൽ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് തോന്നിപ്പോകും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. പകല് പട്ടണം കണ്ടാൽ വഴിയിൽ കിടന്നുറങ്ങിയാൽ പോലും കുഴപ്പമില്ല, സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇതാണ് ഗ്രാമവും പട്ടണവും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ ഗ്രാമവും പട്ടണവും എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കിവിടെ ഗ്രാമവും പട്ടണമായിട്ടൊന്നും ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഗ്രാമത്തിൻ്റെ ആ സൗന്ദര്യം എന്ന് പറയുന്നതാണ്. പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ കാപട്യം എന്ന് പറയുന്നതാണ്. പട്ടണത്തിൻ്റെ കാപട്യം ഭയങ്കര അഭിനയമാണ്. പകൽ ഭയങ്കര അഭിനയമാണ്. എല്ലാം ഫ്രീ ആണെന്നാണ് നിങ്ങളുടെ ചിന്ത. പക്ഷേ ഗ്രാമത്തിലെല്ലാം പ്ലെയിനാണ്. പട്ടണത്തിൽ ഒരിക്കലും കാര്യങ്ങൾ പ്ലെയിൻ അല്ല. അപകടങ്ങൾ ഉണ്ട്. ലോത്ത് ദൂതന്മാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വലിയ ഫീസ്റ്റ് ഒരുക്കുകയാണ്. 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ വീട്ടിൽ ചെന്നു അവർക്ക് വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു, അവർ ഭക്ഷണം കഴിച്ചു. ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഉറക്കത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പട്ടണത്തിന്റെ പ്രത്യേകത അവ ഇരുട്ടിന്റെ സന്തതികളാണ്. സന്ധ്യ വരെ ഇവന് ഒരു പ്രശ്നവുമില്ല. സന്ധ്യ ആയി കഴിയുമ്പോൾ അവന്റെ സ്വഭാവം മാറി. ഇന്നത്തെ യുവതലമുറയുടെയും പ്രശ്നം ഇതാണ്. ഇരുട്ടിന്റെ സന്തതികളാണ് ഇന്ന് തലമുറകൾ. പുതിയ തലമുറയുടെ പ്രശ്നം ഇരുട്ടായി കഴിയുമ്പോഴത്തേക്ക് കാര്യം മാറിക്കഴിഞ്ഞു. നമ്മുടെ ഹോട്ടലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെന്ന് നോക്ക്. പാർട്ടികളും മറ്റുള്ള കാര്യങ്ങളും, നൈറ്റ് ക്ലബ്ബുകളും, എല്ലാ രീതിയിലും പകൽ അവരെ കാണുന്നത്. ഈ കൊച്ചു പിള്ളേർ നല്ല സുന്ദരന്മാരായി, കുഴപ്പമൊന്നും കാണിക്കാത്ത നല്ല അച്ചടക്കമുള്ള പിള്ളേരായി നടക്കുന്ന പിള്ളേർ, എക്സിക്യൂട്ടീവ് ജോലിയൊക്കെയാണ്, അവന്മാർക്ക് കാര്യമൊക്കെ ശരിയാണ്, നല്ല ഓഫീസിലൊക്കെ നല്ല മിടുക്കന്മാരാണ്. പക്ഷെ സന്ധ്യ ആയി കഴിഞ്ഞാൽ മാറി. രാത്രി ആകുമ്പോഴത്തേക്ക് ആള് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ രാത്രിയിൽ ഇവര് വന്നിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? അവര് 5-ാമത്തെ വാക്യത്തിൽ അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകുന്നുണ്ടല്ലോ? ലോത്ത് പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങനൊരു ദോഷം നിങ്ങൾ ചെയ്യരുത്. ഇവന്റെ നന്മ ഞാൻ കാണുന്ന അവിടെയാണ്. എനിക്ക് പുരുഷൻ തൊടാത്ത 2 കന്യകമാർ എൻ്റെ വീട്ടിലുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാം. പക്ഷെ എൻ്റെ അടുക്കൽ വന്ന എൻ്റെ അതിഥികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. പുരുഷൻ തൊടാത്ത 2 കന്യകമാർ. പക്ഷേ ഇവർ പറയുന്നു, ഞങ്ങൾക്ക് അവരെ വേണ്ട, ഞങ്ങൾക്ക് ഈ പുരുഷന്മാരെ മതി. ഒരു പെർവേർട്ടഡ് ജനത ഈ കാലയളവിലെ ഒരു വലിയ പ്രോബ്ലമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പെർവേർഷൻ്റെ അങ്ങേ അറ്റത്തിലേക്ക്, ഈവൻ ഇൻ സെക്ഷൽ റിലേഷൻഷിപ്പ്, പെർവേർട്ടഡ് റിലേഷൻഷിപ്പ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയുമാണ് അന്ത്യകാലം എന്ന് പറയുന്നു. ശരിക്കും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുകയാണ് നോഹയുടെയും ലോത്തിന്റെയും കാലം. നോഹയുടെ കാലത്തേക്കാൾ കഷ്ടമാണ് ലോത്തിന്റെ കാലം. നോഹയുടെ കാലത്തെക്കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. അവർക്ക് ആകെപ്പാടെ ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക. പക്ഷേ ലോത്തിന്റെ കാലം വന്നപ്പോൾ അവർ വിറ്റും നട്ടും, നോക്ക്, അവർ വിറ്റും നട്ടും വിൽക്കുക, വാങ്ങുക, കൊടുക്കുക, അത്രേ ഉള്ളവർക്ക്. വിവാഹം പോലും അവർക്ക് വേണ്ട. ഇന്നത്തെ തലമുറയുടെ ഒരു വലിയ പ്രശ്നമാണ്. ദേ ഡോണ്ട് കെയർ അബൌട്ട് ഈവൻ മാരീഡ് ലൈഫ്, ഫാമിലി ലൈഫ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സർവേയിൽ വായിച്ചപ്പോഴത്തേക്ക് 46% ഓഫ് ദി യങ് പീപ്പിൾ സേസ്, അവർ പറയുന്നത് എന്നറിയാമോ? വൈ വി ഷുഡ് ഗെറ്റ് മാരീഡ്. 46% യുവാക്കൾ പറയാണ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ലെന്ന്. വിവാഹം എന്ന് പറയുന്ന സങ്കല്പം പോലും ഇന്നില്ല. പുരുഷൻ തൊടാത്ത കന്യകമാരെ മുന്നിലിറക്കി കൊടുത്തിട്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ വേണ്ട, ഞങ്ങൾക്ക് ആരെ മതി? നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെ മതി എന്ന് പറയാണ്. പണം നോക്കി പട്ടണത്തിലേക്ക് കയറി പോകുമ്പോൾ ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. സോദോമിൽ കനാനിൽ നിന്ന് കൂടാരം മാറ്റി മാറ്റി അടിച്ച് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് കൂടുമാറി പോകുമ്പോൾ ഓർത്തോണം മക്കളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയുള്ളൊരു തലമുറയാണതെന്നുള്ളത് നിങ്ങൾ
ഓർക്കണം, അത് നിങ്ങൾ മറന്നു പോകരുത്. ഒരു അമേരിക്കക്കാരി സ്ത്രീ, അവരുടെ ഒരു കൺസേൺ അവരെഴുതിയത് ഞാൻ വായിച്ച് ഞെട്ടിപ്പോയി. അവർ പറഞ്ഞത്, എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് അമേരിക്കയിൽ വന്നത്. ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ വല്യപ്പച്ചനാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നത്. എൻ്റെ അപ്പനുമൊക്കെ അമേരിക്കയിൽ ജനിച്ചതാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയാമോ? ഇവൻ ഏതെങ്കിലും മദാമ്മയെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവന്നിട്ട്, ഡാഡി ഒന്ന് നോക്കിക്കേ, ഇവളെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് എന്ന് പറയുമോ എന്നുള്ള പേടിയായിരുന്നു. ഒരു സാഹിബിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്ത് പറയും? ഇവനെയാണ് ഞാൻ, അല്ലെങ്കിൽ മദാമ്മയെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ പറയും, ഇവളെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത്. കെട്ടിയില്ല, കെട്ടാൻ പോകുന്നത്. അപ്പൻ്റെ അനുവാദം വാങ്ങിക്കാനായിട്ട് കൊണ്ട് കാണിച്ചതാണ്. അതായിരുന്നു എൻ്റെ വല്യപ്പൻ്റെ പേടി. ഇന്ത്യ എന്നൊരു ചെറുക്കനെ കെട്ടത്തില്ല, അല്ല ഒരു പെണ്ണിനെ കെട്ടത്തില്ല, ഇവിടുന്ന് ഒരു പെണ്ണിനെ കെട്ടാൻ, അവൻ ജനിച്ചു വളർന്ന അവിടെയല്ലേ. അതായിരുന്നു വല്യപ്പൻ്റെ പേടി. പക്ഷേ എൻ്റെ അപ്പൻ്റെ പേടി അതല്ല. ഞാൻ ഏതെങ്കിലും ഒരു കറമ്പനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഡാഡി ലുക്ക് അറ്റ് മൈ ഹസ്ബൻഡ്, കെട്ടാൻ പോവാന്നല്ല, കെട്ടിക്കഴിഞ്ഞു. മറ്റേതങ്ങനല്ല, ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്ന് പറഞ്ഞൊരു സാഹിബിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു കർമ്മനെ കൊണ്ടുവന്നിട്ട്, ഡാഡി ലുക്ക് അറ്റ് മൈ ഹസ്ബൻഡ് എന്ന് പറയുമെന്നായിരുന്നു. പക്ഷെ അതും സംഭവിച്ചില്ല. ഞാനൊരു ഇന്ത്യക്കാരനെയാണ് കെട്ടിയത്. പക്ഷെ എൻ്റെ പേടി, എൻ്റെ മോൻ നാളെ ഒരു ചെറുക്കനെ കൊണ്ട് വന്നിട്ട്, മമ്മി ലുക്ക് അറ്റ് മൈ പാർട്ട്ണർ എന്ന് പറയുമോ എന്നുള്ള പേടിയിലാണെന്ന്. ചിരിക്കരുത്, അത് ചിരിക്കാനുള്ള കാര്യമല്ല. അവരവരുടെ ഹൃദയം തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ മോൻ വേറൊരു ചെറുക്കനെ കൊണ്ടുവന്നിട്ട്, മമ്മി സീ മൈ പാർട്ട്ണർ എന്ന് പറയുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും ആകും. ഇതിക്കുള്ള എന്താ തെളിവ് വേണ്ടത്? നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈവൻ homosexuality is accepted, same-sex marriage is accepted, even in India. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ? ഒരു 15 വർഷം മുമ്പ് ഇതൊക്കെ ഇവിടെ അക്സെപ്റ്റഡ് ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുമോ? ഞാൻ 4 വർഷം മുമ്പ് ഞാൻ മലാവി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തായിരുന്നു. ആഫ്രിക്കൻ രാജ്യം. മലാവിയിൽ ഒരു സെയിം സെക്സ് മാരേജ് നടന്നു കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ്റെ സമയത്ത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ കൊണ്ടുവന്നു. സുപ്രീം കോടതിയിലെ അവരുടെ ജഡ്ജി പറഞ്ഞു, ഞാൻ അവർക്ക് മാക്സിമം, നിയമം പറയുന്നതായ മാക്സിമം ശിക്ഷ ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് അയാൾ പറഞ്ഞു, മലാവി ഒരിക്കലും ഞങ്ങളുടെ ഒരു മകൻ മറ്റൊരു മകനെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഭാര്യയാണ്, എൻ്റെ പാർട്ണറാണെന്ന് പറയത്തക്ക രീതിയിലൊന്നും മലാവി വളർന്നിട്ടില്ല എന്ന്. ഒരു ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു സുപ്രീം കോർട്ടിലെ ജഡ്ജി, ഞാൻ അവിടെയുള്ള സമയത്ത് അവിടുത്തെ പത്രത്തിൽ ഞാൻ വായിച്ചതാണ്, 4 years ബാക്ക്. അതേ ദിവസം, അതിൻ്റെ അതേ ആഴ്ച തന്നെ പല ഇംഗ്ലീഷ് രാജ്യങ്ങളും, പല യൂറോപ്യൻ രാജ്യങ്ങളും, പല UN പോലെയുള്ള, UN അല്ല അതുപോലെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്നറിയാമോ? മലാവി ഒരു കിരാത രാജ്യമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അക്സെപ്റ്റ് ചെയ്യാത്ത ഈ രാജ്യത്തെ സഹായിക്കണോ വേണ്ട എന്ന് നമ്മൾ രണ്ടാമത് തീരുമാനിക്കേണ്ടി വരുമെന്ന്. ഒരു കിരാത രാജ്യമാണ്. എന്തുകൊണ്ട്? സെയിം സെക്സ് മാരേജ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ ഒബാമയുടെ ഈ കഴിഞ്ഞ വർഷം നടത്തിയ ഒബാമയുടെ ഒരു പ്രസംഗത്തെക്കുറിച്ച്, സെയിം സെക്സ് മാരേജിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒബാമ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. We have some friends, they are good people, they believe that a man is living with man is something odd. I will make them understand that it is not an odd thing. യൂട്യൂബിൽ കിടപ്പുണ്ടതൊക്കെ. ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. ഈ ഒരു ലോകത്തിലേക്ക്, ഇതുപോലെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ നമ്മൾക്ക് കാണിച്ച പ്രശ്നങ്ങളാണ്. നമ്മുടെ പിള്ളേരെ നമ്മൾ എത്രയും മോഡേൺ ആക്കാനാണ് നോക്കിയത്. നമ്മുടെ പിള്ളേരെ എത്രയും നമ്മൾ ആ രീതിയിൽ വളർത്താനാണ് പരിശ്രമിച്ചത്. എങ്ങനെയെങ്കിലും ഇവരെ പുറം രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടാനാണ് നമ്മൾ പരിശ്രമിച്ചത്. അവർ പൈസ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞത്. നമ്മൾ എപ്പോഴും അവരോട് ഒരിക്കലും നിത്യതയുടെ ഒരു ദർശനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അവർ ആഷ്ബോഷ് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് ഇതാ മോനെ ഏറ്റവും വലുതെന്ന് നമ്മൾ പറഞ്ഞു. ഇവനോടൊക്കെ വല്ലതൊന്ന് എഴുതാൻ പറയണം. ഈ പറയുന്നതല്ലാതെ ഇവന്മാർക്ക് ഒറ്റ എണ്ണത്തിന് ഗ്രാമറും ഇല്ല, ഭാഷയും അറിയത്തില്ല. ഇവന്മാർക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാവോ? ചുമ്മാ ശിശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലാതെ I'm not joking. These young guys who speak
ഇംഗ്ലീഷ് ഇൻ എ വെരി വെരി ഡിഫറെൻറ്റ് വേ. അത്ര ഞാൻ പറയുന്നുള്ളൂ, വേറെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അവർക്കറിയത്തില്ല, ലാംഗ്വേജും അറിയത്തില്ല, ലാംഗ്വേജും ഇല്ല. അതാണ് അവരുടെ ലാംഗ്വേജ്. ഓക്കെ, ഐ എം നോട്ട് അഗൻസ്റ്റ് ദാറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ നെഹമ്യായുടെ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നെഹമ്യ അസ്തോദ്യ ഭാഷ സംസാരിക്കുന്ന പിള്ളേരെ ചെവിക്ക് പിടിച്ച് ഇറക്കി വിടുന്ന കാര്യം കാണുന്നുണ്ട്. അസ്തോദ്യ ഭാഷ സംസാരിച്ചു, പക്ഷേ മലയാളം നമ്മൾ മറന്നു പോകരുത്. യഹൂദന്റെ ഭാഷ ഏറ്റവും കുറഞ്ഞത് അവൻ ബാബിലോണിലാണെന്ന് പറഞ്ഞാലും, ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ബാബിലോണിലല്ല സംഭവിക്കുന്നത്, യെരുശലേമിലായിരിക്കെ യഹൂദന്റെ ഭാഷ മറന്നുപോയ പിള്ളേരാണ് യെരുശലേമിൽ. അവിടുന്ന് യെരുശലേമിൽ വെച്ച് നടക്കുന്ന കാര്യമാണ് പറയുന്നത്, ബാബിലോണിൽ വെച്ച് നടക്കുന്ന കാര്യമല്ല. ബാബിലോണിൽ വെച്ച് അങ്ങനെ പിന്നെയും വേണ്ടുകയല്ലോ. ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഇവരെല്ലാവരും കൂടെ അവർ പറയുന്നത്, അവരെ വിട്ടുതന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അതിനപ്പുറത്തെ വഷളത്വം ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂതന്മാർ, നമുക്കറിയാം, ദൂതന്മാർ പെട്ടെന്ന് ഇടപെടുന്നു. ദൂതന്മാർ ഇടപെട്ടിട്ട് ഇവനെ അകത്ത് കയറ്റി വാതിലടയ്ക്കുന്നു, മറ്റുള്ളവർക്ക് അന്ധത പിടിപ്പിക്കുന്നു. അവർ പിരിഞ്ഞു പോകേണ്ടി വന്നു. അവർക്ക് ദൂതന്മാർ ഇടപെട്ടത് കൊണ്ടാണ് വാസ്തവത്തിൽ ലോകത്ത് അവിടുന്ന് രക്ഷപ്പെടുന്നത്. ദൂതന്മാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് 12-ാമത്തെ വാക്യത്തിൽ ലോത്തിനോട് ഇവർ ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് വേറെ വല്ലവരും ഉണ്ടോ? ഇവിടെ വേറെ വല്ലവരും ഉണ്ടോ? നിങ്ങളുടെ മക്കളോ? ഇവിടെ വേഴ്സ് 12 വായിക്കുമ്പോഴത്തേക്ക് പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക, ഈ പട്ടണത്തെ ഞങ്ങൾ നശിപ്പിക്കാൻ പോകുകയാണ്. വേറെ വല്ലവരും ഉണ്ടോ? അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്ക് ലോത്ത് പറഞ്ഞു, ഉണ്ട്, 2 പേരുണ്ട്, പാവങ്ങൾ പിള്ളേരാ. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആണുങ്ങളെ കെട്ടുന്നില്ല, പെണ്ണുങ്ങളെ തന്നെ കെട്ടിയേക്കാമെന്ന് നീന്തിച്ച പാവം 2 പിള്ളേരുണ്ട്. ലോത്തിന്റെ പെൺപിള്ളേർക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന 2 പേര്. ഞാൻ അവരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം എന്താ, ഒന്നുമല്ലെങ്കിലും പെണ്ണുങ്ങളെ തന്നെ കെട്ടിക്കളയാമെന്ന് ഇവന്മാർ തീരുമാനിച്ചല്ലോ. ആ തലമുറയിൽ അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾ തന്നെ വളരെ നല്ല ആളുകളാണ്, നല്ല ആളുകളാണ്. ഞാൻ ഒരു ദിവസം ടെലിഫോൺ ചെയ്തപ്പോഴത്തേക്ക്, ആഫ്രിക്കയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ടെലിഫോൺ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പാസ്റ്ററിൻ്റെ കൂടെ ഉണ്ട്, ഒരു നല്ല പാസ്റ്ററാണ്. പിന്നെ പുള്ളി ചോദിച്ചു, നല്ല പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, നല്ല പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കള്ളു കുടിക്കത്തില്ല, പിന്നെ ഒരു ഭാര്യയേ ഉള്ളൂ. കാര്യം അങ്ങനെ ഉള്ളതിനെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നല്ല പാസ്റ്റർ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഒന്ന്, പുള്ളി കള്ളു കുടിക്കത്തില്ല, പിന്നെ ഒരു ഭാര്യയേ ഉള്ളൂ. അത് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പെണ്ണുങ്ങളെ തന്നെ കെട്ടിയേക്കാമെന്ന് ചിന്തിച്ച ഈ പിള്ളേരുണ്ടല്ലോ. അതുകൊണ്ട് പട്ടണം നശിപ്പിക്കാൻ പോകുന്ന വാർത്ത ഇവരുടെ അടുത്ത് ചെന്ന് ലോകത്ത് പറഞ്ഞപ്പോൾ, അപ്പൻ കളി പറയുകയാണെന്ന് അവർക്ക് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അപ്പൻ എന്ത് ചെയ്യാണ്? കളി പറയുകയാണെന്ന് അവർ പറഞ്ഞു. പിന്നെ ചുമ്മാ വെറുതെ കളി പറയാതെ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്രയും നാൾ കളി പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇപ്പം കളി പറയുകയാണെന്ന് തോന്നിയത്. അല്ലാതെ ഇവൻ ആള് സീരിയസ് ആയിരുന്നെങ്കിൽ ഇവൻ പറഞ്ഞ കാര്യത്തെ പിള്ളേർ എന്ത് ചെയ്തേനേയും? സീരിയസ് ആയിട്ട് എടുത്തേനേയും. കുഞ്ഞുങ്ങളോട് സീരിയസ് ആയിട്ടും കൂടെ ഇടപെടാൻ നിങ്ങൾ പഠിക്കണം. ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ അടുത്ത ഒരു സ്ത്രീ വന്നിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പം മോള് ആരാണ്ടര കൂടെ ഇറങ്ങിപ്പോയതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ മോളോട് ഒരു കൂട്ടുകാരിയെ പോലെ ഇടപെട്ടത്. അവൻ പറഞ്ഞു, അതാ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം. മോളോട് കൂട്ടുകാരിയെ പോലെ അല്ല ഇടപെടേണ്ടത്, മോളോട് അമ്മയെന്നതുപോലെയാണ് ഇടപെടേണ്ടത്. കടിച്ചു കീറുകയൊന്നും വേണ്ട. പക്ഷേ അമ്മയും മോളും കൂട്ടുകാരാകണമെന്ന് വനിതയാണ് നിങ്ങളെ പഠിപ്പിച്ചത്, വേദപുസ്തകമല്ല. അമ്മയും മോളുമായിരിക്കണം. അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടെന്താ കടുവായാണോ? അമ്മ അല്ലല്ലോ. അമ്മ കടുവായും പുലിയൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് അമ്മയായിരുന്നു കൊണ്ട് തന്നെ മക്കളെ സ്നേഹിക്കാനും നിങ്ങളിവരെ സ്നേഹിക്കുന്നത് ബോധ്യപ്പെടുത്താനും കഴിയും. അതിന് കൂട്ടുകാരിയൊന്നും ആകണ്ട. കൂട്ടുകാരിയെ പോലെ, അതുകൊണ്ടാണ് ലോകത്തിന്റെ ആളുകൾക്ക് പറ്റിയ ഒരു കാര്യം, കൂട്ടുകാരിയെ പോലെ ആകണ്ട, അമ്മയെ പോലെ ആയാൽ മതി. പോലീസൊന്നും ആകണ്ട. പല അമ്മമാരും അമ്മമാരായിട്ടല്ല പോലീസായിട്ടാണ് ഇടപെടുന്നത്. അത് വേണ്ട. നിങ്ങൾ പോലീസൊന്നും ആകണ്ട. പക്ഷെ നിങ്ങൾ അമ്മയായിരിക്കണം, മകളായിരിക്കണം, അപ്പനായിരിക്കണം, മകനായിരിക്കണം. സീരിയസ്നെസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ 19-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ദൂതന്മാരവരെ സഹായിക്കുകയാണ്. അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. രക്ഷപ്പെടണമെന്ന് ഇപ്പോഴും അവനില്ല. കിടന്നുറക്കമാണ്, ഭാര്യയും മക്കളും കിടന്നുറക്കമാണ്. ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കുന്ന എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും റൈസ്, ഉറക്കമാണ്. എണീറ്റ് പോകണമെന്നുള്ള ചിന്ത ഇപ്പോഴും ഇല്ല. എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ചാകാൻ പോകുമെന്ന് മനസ്സിലായിട്ടും രാവിലെ കിടന്ന് ഉറങ്ങുന്ന ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകതയാണ്, രാത്രിഞ്ചരന്മാരാണ്. രാത്രിയിൽ
എന്തെങ്കിലുമൊക്കെ പണിയും കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇന്റർനെറ്റിന് മുമ്പിലിരിക്കും, പകല് കിടന്ന് ഉറങ്ങും. ഇല്ലേ? ഇത് വല്ലാത്തൊരു ആത്മാവ് പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം കരുണ തോന്നിയത് കൊണ്ട് അവരെ വലിച്ചു പൊക്കി. 16-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക്, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രന്മാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി ആക്കി. കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. രക്ഷപ്പെടത്തില്ല. പല സമയത്തും ഞാൻ ആലോചിച്ചുകൊണ്ട് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം. പണ്ടൊക്കെ അങ്ങനെയല്ല. ഞാനൊക്കെ കോളേജ് പഠിച്ച സമയത്തൊക്കെ കള്ളു കുടിക്കുന്നവരുണ്ട്, കഞ്ചാവ് വലിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് രക്ഷപ്പെടണമെന്ന്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം, ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പോലും ഇതിനൊന്നിനുമില്ല. സെക്ഷൽ ഇമ്മൊറാലിറ്റിയിൽ മറ്റും വീണു പോയ പിള്ളേരൊക്കെ എനിക്ക് അന്നും അറിയാം. പക്ഷെ അവർക്കൊന്നും അതിനകത്ത് തുടരാൻ ആഗ്രഹം ഇല്ലായിരുന്നു. അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അതുമില്ല. രക്ഷപ്പെടണമെന്നില്ലാത്തൊരു തലമുറ. സോതോമിന്റെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെയാണ് ഈ അന്ത്യകാലം എന്നുള്ളത് കർത്താവ് പറഞ്ഞത് എത്ര ക്ലിയർ ആയിട്ടുണ്ട് അതുമായിട്ട് നോക്കുമ്പോൾ. എന്നിട്ട് കൈ പിടിച്ച് പട്ടണത്തിന് പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരു സങ്കേത സ്ഥലത്തേക്ക് നീ പോകുക. അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നത് ദൂതന്മാരാണ്. പക്ഷെ ഇനി ദൂതന്മാരെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകത്തൊന്നുമില്ല, അത് നീ പൊക്കോണമെന്നു. നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസ് ആദ്യത്തെ ക്രിസ്ത്യാനികളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു, എന്നാൽ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുവിൻ. വീണ്ടെടുക്കാൻ കർത്താവ് ഇറങ്ങി വന്ന് കൈക്ക് പിടിച്ച് പുറത്താക്കി. പക്ഷേ ഇനി ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു, പക്ഷെ ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചോണമെന്ന്. നമുക്കൂടെ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ലോകത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോകണം, നമ്മൾ നടക്കണം, നമ്മൾ രക്ഷപ്പെടാൻ നോക്കണം. എപ്പോഴും കർത്താവ് സഹായിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. സാക്പൂനൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ, രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, ഒരു ദിവസം കൂട്ടുകാരനെ പറഞ്ഞു, സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു. സാക്കിനാണെങ്കിൽ സിനിമ കാണാൻ യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം തിയേറ്ററിൽ ചെന്നു. ഏതാണെങ്കിലും അന്ന് തിയേറ്റർ അടവായിരുന്നു, അതുകൊണ്ട് സിനിമ കാണേണ്ടി വന്നില്ല. പക്ഷെ തിരിച്ചു പോയപ്പോൾ ദൈവം അദ്ദേഹത്തിന് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു, നാളെ നീ നിന്നെ തന്നെ രക്ഷിച്ചോണമെന്ന്. ഇന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു, നാളെ നീ നിന്നെ തന്നെ രക്ഷിച്ചോണം. എന്നും സിനിമാ കൊട്ടക അടഞ്ഞു കിടക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ നിരന്തരമായ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് നമ്മുടെ പരിശ്രമം അത്യാവശ്യമാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പറയുന്നത്, ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല. പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപയുണ്ടല്ലോ, എന്നെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നു. എന്നാൽ എനിക്ക് പർവ്വതം വരെ ഓടിപ്പോകാൻ പറ്റത്തില്ല. ഈ പട്ടണത്തിലേക്ക് ഞാൻ ഓടിപ്പോക്കോളാം, അത് വളരെ അടുത്താണ്. സോവാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നിയർ എന്നുള്ളതാണ്. അടുത്ത്, ലിറ്റിൽ, ചെറുതാണ്, ഒരു ചെറിയ പട്ടണമാണ്. കണ്ടോ, പർവ്വതത്തിലേക്ക് കയറാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത്, അയ്യോ പർവ്വതത്തിലൊന്നും കയറാൻ വയ്യ. ഇവനങ്ങ് പട്ടണത്തിന്റെ സുഖം അങ്ങ് പിടിച്ചുപോയി. വലുതല്ലെങ്കിലും സോതോം പോലെ ഇല്ലെങ്കിലും ഒരു ചെറിയ പട്ടണമല്ല കർത്താവേ, കുഴപ്പമില്ല. ഇതൊക്കെയാണ് വാസ്തവത്തിൽ പ്രോബ്ലം ഉണ്ടാകുന്ന കാര്യം. എന്നറിയാമോ? ദൈവം നമ്മളെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ എത്ര പാപത്തിലായിരുന്നു അതിന്റെ എക്സ്ട്രീം എൻഡിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക്. എത്ര പാപത്തിലായിരുന്നോ അത് നമ്മൾ എത്ര എക്സ്ട്രീം എൻഡിലായിരുന്നോ അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക്, അതായത് എത്രത്തോളം പാപത്തിൽ നമ്മൾ കഴിഞ്ഞോ അത്രത്തോളം വിശുദ്ധിയിൽ കഴിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പട്ടണത്തിലായിരുന്നെങ്കിൽ ഇനി പട്ടണമാണ് എന്നെ നശിപ്പിച്ചതെന്നും ഇനി ഒരിക്കലും പട്ടണത്തിൽ ജീവിക്കത്തില്ലെന്നും ഇനി എങ്ങോട്ട് പോകുമെന്ന്, പർവ്വതത്തിലേക്ക് കയറുമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. അല്ലാതെ ഇത്രയും നാൾ പട്ടണത്തിൽ ജീവിച്ച് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാ ബ്രദറെ ഇതെല്ലാം കളഞ്ഞേച്ച് ഉടനെ തന്നെ പോകുന്നത്? നമ്മുടെയൊക്കെ ചിന്ത അതാ. ഞാൻ ഇത്രയുമൊക്കെ സുഖമായിട്ടൊക്കെ ജീവിച്ചതല്ലേ, ഇതൊക്കെ കളഞ്ഞേച്ച് എങ്ങനെയാ, ഇതൊക്കെ ചെയ്താൽ എങ്ങനെയാ? ഞങ്ങളുടെ പിള്ളേർ ഇതൊക്കെ അല്ലയോ പരിശീലിച്ചത്, അവർ പാസ്റ്റായും ഒക്കെ തിന്നല്ലയോ ജീവിച്ചത്. ഇനിയിപ്പം പോയിട്ട് എന്താ അവർക്ക് അങ്ങനെയുള്ള KFC ഒന്നും കിട്ടാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ള ചിന്തയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ലോത്ത് പറയുന്നതാണ്, ഈ ചെറിയ പട്ടണത്തിലേക്ക് ഞാനൊന്ന് പൊക്കോട്ടെ. കർത്താവിന് ഇഷ്ടമൊന്നുമില്ലായിരുന്നു പറഞ്ഞു, എവിടെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടും. അതാ ശരിക്കും പറയുന്നത്. അവൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചതല്ലയോ, ഏതാ പർവ്വതത്തിലേക്ക് ഞങ്ങളെ വിടരുതെന്ന് പറഞ്ഞ് സോവാർ പട്ടണത്തിലേക്ക് അവൻ ചെല്ലുന്നു. പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറകോട്ട് നോക്കരുത്. 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പട്ടണത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ തീയും ഗന്ധകവും ആ സോതോമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോവാറിൽ പ്രവേശിക്കുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവള് ഉപ്പുതൂണായിപ്പോയി.
പുറകിലോട്ട് പോകരുതെന്ന് മാത്രമല്ല, പുറകിലോട്ട് തിരിഞ്ഞു നോക്കാനും പാടില്ല. നമ്മളെയൊക്കെ ചിന്ത എന്നറിയാമോ? സോതോം വിട്ടല്ല ബ്രദറെ, സോതോം വിട്ട് ഞങ്ങള് പൂർണ്ണമായിട്ടും വിട്ടു. പക്ഷെ ഇപ്പോഴും കണ്ണെവിടെയാ? നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. നമ്മൾ വിട്ടു എന്ന് പറയുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് മാറ്റിയിട്ടില്ല. പാപത്തെ വിട്ടു കഴിഞ്ഞാൽ പാപത്തെ വിടുക മാത്രമല്ല, അതിനോടൊരു വെറുപ്പാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രശ്നം, പലരും പാപത്തെ വിട്ടു, പക്ഷെ ഇപ്പോഴും പാപത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും അത് സ്വപ്നം കാണുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കും ബ്രദറെ, അന്ന് ഓർക്കരുത്. തിരിഞ്ഞു നോക്കുന്നവൻ ഉപ്പുതൂണാകുന്നതാണ് വേദപുസ്തകത്തിന്റെ നിയമം. പഴയ മോഹങ്ങളിലേക്ക്, അതിനെ താലോലിക്കുന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങൾ കയറിക്കൂടരുത്. നിങ്ങൾക്ക് അതിനോട് ഇനി ഉണ്ടാകേണ്ടത് വെറുപ്പാണ്. എൻ്റെ ദൈവമേ, ആ പട്ടണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ എന്നാണ് പറയേണ്ടത്. നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്ന പരദേശി മോക്ഷയാത്രയിൽ അവനൊരിക്കലും പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? നാശപട്ടണത്തെ സ്വപ്നം കാണാൻ പാടില്ല. അവൻ ഉപേക്ഷിച്ചതിനെ ഒരിക്കലും സ്വപ്നം കാണാൻ പാടില്ല. അവരുടെ പില്ലർ ഓഫ് സോൾട്ട് ആയിരിക്കുകയാണ്. 29-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയമുള്ളവരെ, ലോത്തിനെ ഓർത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. ആരെ ഓർത്തു? അബ്രഹാമിനെ ഓർത്തു. ലോത്ത് സോവാർ പട്ടണത്തിൽ കയറി. ഉപ്പുതൂണായ ഭാര്യ അവന് നഷ്ടപ്പെട്ടു. 30-ാമത്തെ വാക്യത്തിൽ, അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി. അവനും അവൻ്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു. സോവാറിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു, പേടിച്ചുപോയി. അവൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്ന ആ നന്മയുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ ഭാര്യയുടെ നഷ്ടത്തിൽ അവൻ പേടിച്ചുപോയി. എന്ത്? ഇനി എനിക്കൊരു അപകടം പറ്റരുത്. അതുകൊണ്ട് അവൻ പട്ടണം വിട്ടുപോയി. ലോത്തിൻ്റെ നന്മയാണ് അവിടെ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ തിന്മ മാത്രം കാണരുത്. ലോത്തിൻ്റെ ഒരു നന്മ എന്താണ്? അവൻ പട്ടണത്തെ സുഖിച്ച് പട്ടണത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളെയും മറന്ന് പട്ടണത്തിൽ ജീവിച്ചെങ്കിലും, പട്ടണത്തിൽ നിന്ന് സോദോമിൽ നിന്ന് വിടുവിച്ച് വീണ്ടും പട്ടണത്തിൽ പോകാനുള്ള മോഹം അവനിൽ ഉണ്ടായെങ്കിലും, ആ സോവാറിൽ അവൻ കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച അപകടം കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇത് തീക്കളിയാണ്, പട്ടണം ഒരു തീക്കളിയാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ സോവാർ പട്ടണം ഉപേക്ഷിച്ചു. അവൻ ഉപേക്ഷിച്ച് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പിന്നീട് വീഞ്ഞിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. അവനെ വീഞ്ഞ് കുടിപ്പിച്ച് അവൻ മ്ലേച്ഛകരമായ അവസ്ഥയിലേക്ക് വീണു പോകുന്നതായ ഒരു സ്റ്റേജ്. അത് സംഭവിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ ഒന്നും ഒരിക്കലും ഇവൻ ആത്മീയത പഠിപ്പിച്ചിരുന്നില്ല. മക്കൾ പഠിച്ചത് മുഴുവൻ സോദോമിൽ എന്ത് അവർ കണ്ടോ അതാ പഠിപ്പിച്ചത്. നമുക്കൊരു പക്ഷേ ജോലിയോടുള്ള ബന്ധത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ പട്ടണങ്ങളിൽ താമസിക്കേണ്ടി വന്നേക്കാം. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടണത്തിൻ്റെ മ്ലേച്ഛത പഠിക്കരുത്. നിങ്ങളെപ്പോഴും പഠിപ്പിക്കേണ്ടത് എന്താണ് ദൈവികത, എന്താണ് ആത്മീയത എന്നുള്ളത് അവരെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ലോത്തിൻ്റെ മക്കൾക്ക് പറ്റിയതുപോലെ തന്നെ അവരെ ആര് ഗൈഡ് ചെയ്യാനാ? അവർക്ക് ആരൊരു മെൻറ്ററിങ് ആരുണ്ട്? അവർക്കൊരു മെൻറ്ററില്ല. അവർക്ക് ഒരു വചനത്തിൻ്റെ പശ്ചാത്തലമില്ല. അവർക്കൊരു ആത്മീയത അവർക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ലോത്ത് ഒരിക്കലും ആ കാര്യം ഈ മക്കൾക്ക് കൊടുത്തില്ല. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. ഞാൻ ഇവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി എന്താണ്? ഉടമ്പടി, ഈ ഉടമ്പടി ദൈവം ഏകപക്ഷീയമായി ചെയ്യുന്ന ഉടമ്പടിയാണ്. അവൻ നമ്മളോട് കരുണ കാണിച്ച് ചെയ്യുന്നതായ ഉടമ്പടിയാണ്. അവൻ നമുക്ക് നൽകുന്നതായ എല്ലാ അവസ്ഥകളിലും, എല്ലാ ജീവിത അനുഭവങ്ങളിലും അവനെപ്പോഴും ദൈവത്തോടുള്ള അവൻ്റെ ബന്ധം സൂക്ഷിച്ചു. ഹി വാസ് കീപ്പിംഗ് ഹിസ് റിലേഷൻഷിപ്പ്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അവനെ സന്തോഷിപ്പിക്കുന്ന, തുള്ളിച്ചാടിക്കേണ്ട ഒരു വാർത്ത ദൈവം അവന് കൊടുക്കുകയാണ്, അവൻ്റെ മകൻ്റെ വാർത്ത. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് അവൻ്റെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോകുന്ന സോദോമിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര നന്മകൾ ചെയ്യുന്നു, വെരി ഗുഡ്. എന്നാൽ ആ നന്മകളുടെ അവസ്ഥകളിലും നമ്മുടെ ചുറ്റുമുള്ള നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന നമുക്കുണ്ടോ? ഒരു കരച്ചിൽ നമുക്കുണ്ടോ? ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന വാഗ്ദത്തങ്ങൾ അത് നിന്റെ വകയാണ്. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് നിർവഹിക്കുക, നിന്റെ സമയത്ത് നിർവഹിക്കുക. നീ ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള മെച്യൂരിറ്റി നീ ഞങ്ങൾക്ക് നൽകണമേ. അതിനുശേഷമേ നീ അത് നൽകൂ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നാൽ കർത്താവെ, വാഗ്ദത്തങ്ങൾക്കും അപ്പുറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ഞങ്ങൾക്ക് നൽകണമേ.
നിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് ചേർന്ന് നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു പിടച്ചിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. സൊദോമിൻ്റെ എല്ലാ അവസ്ഥകളോടും എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. അധാർമികതയുടെ ആഴക്കയത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്ന ഈ പുതിയ തലമുറയിൽ അവരെക്കുറിച്ചുള്ള വേദനയോടെ, അവരെ വീണ്ടെടുക്കുവാനുള്ള മോഹത്തോടെ, ആഗ്രഹത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളത് ചെന്ന് പറയുമ്പോൾ അവർക്ക് കളി പറയുന്നത് പോലെ തോന്നുന്നു എന്ന് പറയാൻ ഇടയാക്കരുത് കർത്താവേ. കാര്യങ്ങളെ സീരിയസ് ആയിട്ട് കാണാനും അനുസരിക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളെയും നീ പഠിപ്പിക്കണമേ കർത്താവേ. കർത്താവേ, സൊദോം വിട്ടുപോയാലും വീണ്ടും സൊദോമിലേക്ക് മടങ്ങി മനസ്സുകൊണ്ട് മടങ്ങിപ്പോയ ലോത്തിൻ്റെ ഭാര്യയെ പോലെയല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മോക്ഷപട്ടണത്തിലേക്ക് മാത്രം കണ്ണുകൾ അയച്ചുകൊണ്ട് അതിലേക്ക് മുന്നേറുന്ന ഒരനുഭവം ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.